ഇത് രണ്ടാമത്തെ തവണയാണ് കാനഡയിൽ വരുന്നത്. രണ്ടാമതൊരിക്കൽ കൂടി എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തുന്നു. പറഞ്ഞിരിക്കുന്നത് ഇച്ചിരി കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. അത്രയൊന്നുമില്ല, പിന്നെ എന്തായാലും കിട്ടുന്നതല്ല, ഇരിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു വലിയ സബ്ജക്റ്റൊന്നുമല്ല. കുറച്ച് കാര്യങ്ങൾ കാണുന്നു കേൾക്കുന്നതുമായിട്ടുള്ള കുറേ കാര്യങ്ങളെ പരസ്പരം എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാനൊന്ന് പരസ്പരം ഒന്ന് ബന്ധപ്പെടുത്താനായിട്ടുള്ള ഒരു ശ്രമം മാത്രമേ നടത്തുന്നുള്ളൂ. എൻ്റെ വിഷയത്തിൻ്റെ പേര് വരത്തൻ. നമുക്ക് ഈ വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഏതാണ്ട് മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ നാട്ടിൽ ഇതുവരെ ഇല്ലാതിരുന്ന പുതുതായിട്ട് നമ്മുടെ അടുത്തേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരാൾ, അയാൾക്ക് നമ്മളിൽ ഉള്ള അത്രയും അധികാരങ്ങളും അവകാശങ്ങളും ഒന്നുമില്ല എന്ന് ധ്വനിപ്പിക്കത്തക്ക വിധത്തിൽ നമ്മളെ ഒന്ന് അധിക്ഷേപകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വരത്തൻ എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു വരത്തനാണ്. അതേസമയം ഇവിടെ ഒരു ബ്രിട്ടീഷുകാരനുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ നിങ്ങളും ഞാനും വരത്തന്മാരായിരിക്കും. ഇനി അതിനു മുൻപ് വന്നിരിക്കുന്ന ഒരു ഫ്രഞ്ചുകാരനുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷുകാരനും നിങ്ങളും ഞാനും എല്ലാം വരത്തന്മാരാണ്. ഇവിടുത്തെ ഒരു ഫസ്റ്റ് നേഷനായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാവരും വരത്തന്മാരാണ്. ഇനിയും നമ്മൾ പുറകോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും തന്നെ വരത്തന്മാരാണ്. കാരണം ഇവിടെ മനുഷ്യനാരും ഉണ്ടായിട്ടില്ല. പല സ്ഥലങ്ങളിൽ നിന്നും പല സമയത്തായിട്ട് വന്നിരിക്കുന്ന മനുഷ്യരാണ്. അതിലാർക്കെങ്കിലും കൂടുതൽ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട് എന്ന് രാഷ്ട്രീയപരമായ സാഹചര്യങ്ങളിലോ സാമൂഹ്യപരമായ സാഹചര്യങ്ങളോ മുൻനിർത്തിക്കൊണ്ട് അതിനുവേണ്ടി വിലപേശുകയും അതേപോലെ തന്നെ മറ്റൊരു സമൂഹത്തെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ആ ഒരു ഇതിനെതിരെയായിട്ടുള്ള ഒരു ചെറിയൊരു ഒരു തിരിഞ്ഞു നോട്ടം എന്നത് മാത്രമേ ഞാനിവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി വിഷയത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ഏതാണ്ട് 82% ആളുകൾ ഹിന്ദുക്കളാണ്. ഹിന്ദു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വിശ്വാസിയായിട്ടുള്ള ഹിന്ദുക്കളുണ്ട്, അവിശ്വാസിയായിട്ടുള്ള ഹിന്ദുക്കളുണ്ട്, വളരെ സ്പിരിച്വലായിരിക്കുന്ന ഹിന്ദുക്കളുണ്ട്, പൊളിറ്റിക്കലായിരിക്കുന്ന ഹിന്ദുവുണ്ട്, സോഷ്യലായിരിക്കുന്ന ഹിന്ദുവുണ്ട്, കൾച്ചറലായിരിക്കുന്ന ഹിന്ദുവുണ്ട്. പക്ഷേ ആരാണ് ഹിന്ദു എന്നൊന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള ഒരു നിർവചനം അവിടെ ഇല്ല. കാരണം നമുക്ക് ആരാണ് ക്രിസ്ത്യാനി എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും. യേശുവിനെ ഏകരക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവനാണ് ക്രിസ്ത്യാനി എന്നാണ് ക്രിസ്തുമതം പഠിപ്പിക്കുന്നത്. അതേപോലെ ആരാണ് മുസ്ലിം എന്ന് ചോദിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ല അശ്വദ് ഹന്ന മുഹമ്മദ് റസൂലുള്ള, അള്ളാഹുവാണ് ഏക ദൈവം, മുഹമ്മദ് അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുന്ന ആളാണ് മുസ്ലിം. ഇതേപോലെ ഒരു നിർവചനം ഹിന്ദു എന്നുള്ളതിന് ഇല്ല. എന്നാലും നമ്മൾ കേട്ടിരിക്കുന്ന കുറച്ച് നിർവചനങ്ങൾ എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പക്ഷേ സവർക്കർ പറഞ്ഞു എന്ന് പറയുന്നതാണ്. ഇന്ത്യയെ പിതൃഭൂമിയും പുണ്യഭൂമിയുമായി കരുതുന്നവർ ആരോ അവരാണ് ഹിന്ദുക്കൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ നിർവചനം അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്നും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കുറച്ച് ജൂതന്മാരും അവരതിൻ്റെ അകത്തും പുറത്താകും. കാരണം അവരാരും അവരുടെ പുണ്യഭൂമിയായിട്ട് അതിനെ കരുതുന്നില്ല എന്നുള്ളതാണ്. ഇനി നമ്മുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി പറയുന്നത് അദ്ദേഹം ഹിന്ദു എന്നുള്ള വാക്കിനേക്കാൾ അധികമായിട്ട് ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത് സനാതനധർമ്മം എന്നുള്ളതാണ്. എന്താണ് സനാതനധർമ്മം? എല്ലാ കാലത്തും ഒരേപോലെ നിലനിന്നിരുന്നതും ഇനി എല്ലാ കാലത്തേക്കും ഒരേപോലെ നിലനിൽക്കുന്നതും യാതൊരു മാറ്റത്തിനും വിധേയമാവാത്തതുമായിട്ടുള്ള ചില ജീവിത വ്യവസ്ഥകളും രീതികളുമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് അവർ അർത്ഥമാക്കുന്നത്. അങ്ങനെ ഒരു ജീവിത രീതി ലോകചരിത്രത്തിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനും സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ശരിയായിട്ടുള്ള ഒരു ഡെഫിനേഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇനി മറ്റൊന്ന്, യോഗി ആദിത്യനാഥ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലുള്ള എല്ലാവരും അവരുടെ മതം ഏതായാലും അവർ ഹിന്ദുക്കളാണ് എന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത്. ഇതേ യോഗിയുടെ ഒരു നിയമം ഈ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും ഹിന്ദു പെൺകുട്ടികളെ, ഹിന്ദുക്കളല്ലാത്ത യുവാക്കന്മാരാരെങ്കിലും പ്രേമിച്ച് വിവാഹം കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് തടയണമെന്ന് പറഞ്ഞുകൊണ്ടുണ്ടെന്ന ഒരു നിയമമാണ്. അപ്പോൾ യോഗിയുടെ അടുത്ത് നിന്നിട്ട് നമ്മൾ പറയുകയാണ്, ഞാൻ ഇന്ത്യയിൽ ജനിച്ചയാളാണ്, നിങ്ങൾ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഞാനും ഹിന്ദുവാണ്, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി എന്നായിരിക്കും യോഗി പറയാൻ പോകുന്നത്. ഇനി സുപ്രീം കോടതിയുടെ ഒരു കമൻ്റുണ്ട്. 1995 ഒരു വിധിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ്, ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമല്ല, അതൊരു ജീവിത രീതിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതിയുടെ അടുക്കൽ ചെന്നിട്ട് നമ്മൾ പറയുകയാണ്, ഞാൻ ഒരു ക്രിസ്ത്യനിലെ ഇന്ന വിഭാഗത്തിൽപ്പെടുന്ന ഇന്ന കാസ്റ്റിൽ വരുന്ന ഒരാളാണ്, എനിക്ക് ഹിന്ദുവിലെ അതേ കാസ്റ്റിൽപ്പെട്ട ആളുടെ സംവരണം കിട്ടുമോ എന്ന് സുപ്രീം കോടതിയോട് ചോദിച്ചാൽ സുപ്രീം കോടതി അപ്പം പറയും അതും പള്ളി പോയി പറഞ്ഞാൽ മതി എന്നായിരിക്കും പറയുന്നത്. അതായത് എന്താണ് ശരിയായിട്ടുള്ള ഹിന്ദു എന്നുള്ളതിന് ഒരു നിർവചനവും കൃത്യമായിട്ടില്ല. ഇനി ഭരണഘടനയിലാണ് കുറച്ചുകൂടിയെങ്കിലും ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ പറയുന്നത്. ഭരണഘടന കൃത്യമായിട്ട് അങ്ങനെയൊന്നും പറയുന്നില്ലെങ്കിലും അതിൽ പറഞ്ഞിരിക്കുന്നത്
ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരും പാഴ്സികളും അല്ലാത്തവരെല്ലാവരും ഹിന്ദുക്കളാണ് എന്നുള്ളതാണ്. കാരണം ഈ 4 വിഭാഗത്തിൽപ്പെട്ടവരല്ലാത്തവർക്കെല്ലാവർക്കും വ്യക്തി നിയമങ്ങൾ ഹിന്ദു വ്യക്തി നിയമങ്ങളാണ് ഭരണഘടന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ 4 കൂട്ടർ ഒഴികെയുള്ളവരെല്ലാവരും ഹിന്ദുക്കളാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ജൂതനെയും നമുക്ക് അംഗീകരിക്കാം, ശരിയാണ്. കാരണം അവർ ഏകദൈവ വിശ്വാസികളാണ്, സെമറ്റിക് മതവിശ്വാസികളാണ്. പക്ഷേ ഈ പാഴ്സീനെ എന്തിനാണ് അതിൻ്റെ അകത്ത് പുറത്താക്കിയത് എന്ന് മനസ്സിലാകുന്നില്ല. കാരണം പാഴ്സികൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുമതത്തെക്കാൾ വലിയ ഹിന്ദുമത വിശ്വാസികളാണ്. അവരുടെ ആരാധനാ രീതികളും അവരുടെ ഗ്രന്ഥങ്ങളും അവരുടെ ദൈവങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുമതത്തിലുള്ള ദൈവങ്ങളൊക്കെ തന്നെയാണ്. ഇന്ദ്രൻ, വരുണൻ, അഗ്നി, സരസ്വതി ഇങ്ങനെയൊക്കെയുള്ള ദൈവങ്ങളൊക്കെ തന്നെയാണ് സൗരാഷ്ട്ര മതത്തിലും ഉള്ളത്. ഇനി അവരുടെ ആചാര രീതികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ പാഴ്സികൾ ദീപാവലി ആഘോഷിക്കുന്നുണ്ട്. പാഴ്സികളുടെ ദീപാവലിയുണ്ട്, ഹിന്ദുക്കൾക്കും അതേ ദിവസം തന്നെയാണ് ദീപാവലി. പാഴ്സികളുടെ നൗറൂസാണ് ഹിന്ദുക്കൾ ഉഗാദി അല്ലെങ്കിൽ ചിട്ടി ചന്ത്, നമ്മളിവിടെ വിഷു എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്നത്. അവരുടെ ജാംഷിഡി എന്ന് പറയുന്ന ആഘോഷമാണ് ഹോളി അല്ലെങ്കിൽ ഗുഡുബടുവ എന്ന് ഉള്ള ആഘോഷങ്ങളായിട്ടുണ്ടാക്കുന്നത്. പട്ടേറ്റി എന്ന് പറയുന്ന അവർ ചെയ്യുന്ന അതേ കാര്യമാണ് രക്ഷാബന്ധൻ എന്ന് പറഞ്ഞ് ഹിന്ദുക്കൾ ചെയ്യുന്നത്. അവരുടെ മെഹർഗാൻ എന്ന് പറയുന്നത് നവരാത്രി, ദസറ, വിജയദശമി എന്ന സൂര്യ നമസ്കാര ദിവസങ്ങളാണ്. അവിടുത്തെ സ്ത്രീകൾ ചെയ്യുന്ന ഈ ആവാപ്രഭ് അതാണ് ഹിന്ദു സ്ത്രീകൾ ഏകാദശി വ്രതമായിട്ട് എടുക്കുന്നത്. അതുപോലെ അവരുടെ സദേഹ് മകരസംക്രാന്തിയാണ്. അവർ നടത്തുന്ന ശസ്ത്രപൂജ നമ്മൾ ആയുധപൂജയായിട്ട് നടത്തുന്നു. ഇതെല്ലാം ഉണ്ട്. ഇനി വസ്ത്രധാരണ രീതിയോ ഭക്ഷണ രീതിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാലും പാഴ്സികൾ ഹിന്ദുക്കളുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നവരാണ്. എന്നാൽ അതേസമയം സിഖ് മതവിശ്വാസികൾ ഹിന്ദുമതവുമായിട്ട് വളരെ വ്യതിരിക്തത പുലർത്താൻ ശ്രമിക്കുന്നവരാണ്. അവരുടെ ആഹാര രീതിയായാലും വസ്ത്രധാരണ രീതിയായാലും ആഘോഷങ്ങളായാലും എല്ലാം ഹിന്ദു മതവുമായിട്ട് എതിർത്ത് നിൽക്കുന്നു. അതേസമയം പാഴ്സി അടുത്ത് നിൽക്കുന്നു. പക്ഷേ പാഴ്സി ഇതിന് പുറത്താണ്, സിഖുകാർ അകത്താണ്. കാരണം പാഴ്സികൾ വരത്തന്മാരാണ്. 8-ാം നൂറ്റാണ്ടിലും 9-ാം നൂറ്റാണ്ടിലും പേർഷ്യയിൽ ഉണ്ടായിരിക്കുന്ന ഇസ്ലാമൈസേഷനെ തുടർന്ന് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു പോയ സൗരാഷ്ട്ര മതവിശ്വാസികളാണ് ഇന്ത്യയിൽ പാഴ്സികൾ എന്നറിയപ്പെടുന്നത്. സത്യത്തിൽ അത് ഫാഴ്സി എന്ന് പറയുന്ന അവരുടെ ഭാഷയാണ്. സൗരാഷ്ട്ര മതവിശ്വാസികളാണ്. എന്നാൽ സിഖുകാർ ആണെങ്കിലോ അവരും ഇന്ത്യയിലുള്ളവരല്ല. അവരുടെയും ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള സ്ഥലത്താണ് അവരുണ്ടായിരിക്കുന്നത്. പക്ഷേ അന്ന് പാകിസ്ഥാൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് അന്ന് അവരെ ഹിന്ദുക്കളാക്കി കണക്കാക്കി ഇന്നിപ്പം അവരെ എടുക്കുന്നില്ല. ഇങ്ങനെ ഇന്ത്യയിലുള്ളതല്ലാത്ത എല്ലാ ആളുകളെയും അവർ വരത്തന്മാർ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ വേറൊരു വിഭാഗം ആളുകളുണ്ട്. എല്ലാ ആളുകളും ഇന്ത്യയിൽ തന്നെ ഉണ്ടായവരാണ്. അതിൻ്റെ അകത്തുനിന്ന് ഇന്ത്യക്കാർ വരത്തന്മാരായിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയതാണ് ബാക്കിയുള്ളവർ എന്ന് പറയുന്ന മറ്റൊരു സംഭവമുണ്ട്. നിങ്ങൾ തന്നെ കേട്ടിരിക്കും ഒരു പക്ഷേ. പഞ്ചപാണ്ഡവന്മാർ അവർ ആയുധം സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് ഇന്നത്തെ ആസ്ട്രേലിയ. അസ്ത്രാലയമാണ് ആസ്ട്രേലിയയായി മാറിയത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ പഞ്ചപാണ്ഡവന്മാർ വനവാസത്തിന് വേണ്ടി പോകുമ്പം നടന്നു മടുത്തപ്പോഴത്തേക്കും ഭീമൻ കുന്തിയോട് പറഞ്ഞു, അമ്മേ ഇരിക്കാം എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇന്നത്തെ അമേരിക്ക. അതുപോലെ പാഞ്ചാലിക്ക് പ്രസവ സമയം എടുത്തപ്പോഴത്തേക്കും കുന്തി പാഞ്ചാലിയോട് പറഞ്ഞു, മോളെ പോയി പെറു എന്ന് പറഞ്ഞതാണ് ഇന്നത്തെ പെറു. അതുപോലെ പാഞ്ചാലിയുടെ വസ്ത്രങ്ങൾ അലക്കി ഉണക്കാനിട്ട സ്ഥലമാണ് ബ്രസീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇന്നും ഞാനിത് തമാശയ്ക്ക് പറയുന്നതല്ല, ഇത് കൃത്യമായിട്ട് പറയുന്ന സന്യാസിമാരും ഒക്കെയുള്ള ആളുകളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാം എന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പം സയൻസ് ഇതിനെയൊന്നും കാര്യമായി പരിഗണിക്കുന്നില്ല. സയൻസിന് മുമ്പിൽ തെളിവുകളാണ്. എന്താണ് തെളിവുകൾ? സയൻസ് പറയുന്നത് ഏതാണ്ട് 3 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ആഫ്രിക്കയിൽ വെച്ച് ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ആധുനിക മനുഷ്യൻ ഉണ്ടായത് എന്നാണ്. അപ്പോൾ ഞാനിത് പറയുമ്പോൾ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തുന്നത് കേട്ടു. ഈ നിരീശ്വരവാദികൾ അവർ പറയുന്നു മനുഷ്യനുണ്ടായിട്ട് ഏതാണ്ട് 3 ലക്ഷം വർഷമായെന്ന്. ഞാനിത് 3-4 വർഷമായി കേൾക്കുന്നു. ഇന്ന് വരെ അവർക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. ഈ ഏതാണ്ടിൽ തന്നെ നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവർ വിചാരിച്ചിരിക്കുന്നത് മനുഷ്യൻ ഒരു ദിവസം പെട്ടെന്ന് മുട്ട വിരിഞ്ഞുണ്ടായതുപോലെ ഉണ്ടായി എന്നൊരു കൃത്യം ദിവസം പറയണമെന്നാണ്. അത് നമുക്കിതിങ്ങനെ പറയാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളുണ്ട്. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നിങ്ങനെ. അപ്പോൾ ഒരു കുട്ടി എന്നാണ് ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്ക് മാറുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണ്ട് 10, 11, 12, 13 ഈ ഒരു സമയം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇന്നലെ വരെ ഉണ്ടായിരുന്ന അതേ കുട്ടി തന്നെയാണ് ഇന്നും ഉള്ളത്. ഇന്നത്തെ കുട്ടി തന്നെയാണ് നാളെയും ഉള്ളത്. ഇതൊരു ട്രാൻസിഷനാണ്. പതുക്കെ നടന്നു വരുന്ന ഒരു ഗ്രാജുവലായി വരുന്ന ഒരു മാറ്റമാണ്. ഇതേപോലെ മനുഷ്യൻ എന്ന് പറയുന്നതും അവന് തൊട്ട് മുൻപുണ്ടായിരുന്ന ഹോമോ ഇറക്റ്റസിൽ നിന്നും ഗ്രാജുവലായിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങളിലൂടെ ഒരു ഘട്ടം എത്തിക്കഴിയുമ്പം നമ്മൾ പറയുന്നു ഇത് മുമ്പുണ്ടായിരുന്ന ആ
വലിയൊരു വിഭാഗത്തിൽ നിന്നും കുറേ വ്യത്യസ്തതകളുണ്ട്. ഇനി ഇതിനെ ഹോമോ ഇറക്റ്റസ് എന്ന് വിളിക്കാൻ പറ്റില്ല, ഇതിനിപ്പുറത്തോട്ടുള്ളതല്ല ഹോമോ സാപ്പിയൻസ് ആണെന്ന് പറയുന്നു. അപ്പോൾ ഈ മനുഷ്യൻ്റെ അച്ഛനും ഹോമോ സാപ്പിയനാണ്, അയാളുടെ അച്ഛനും ഹോമോ സാപ്പിയനാണ്, അയാളുടെ അച്ഛനും ഹോമോ സാപ്പിയനാണ്. ഇങ്ങനെ പുറകോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ പറയും ഇനി ഇതിനപ്പുറത്തോട്ടുള്ളവരെ ഹോമോ സാപ്പിയൻസ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഏതാണ്ട് എന്ന് പറയുന്ന ഒരു വലിയ കാലയളവിനിടയ്ക്ക് മാത്രമേ നമുക്ക് മനുഷ്യനെ നിർത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായ മനുഷ്യർ ഏകദേശം 60,000-70,000 വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ നിന്നും പുറത്ത് കടന്നു. 2 ഗ്രൂപ്പുകളായിട്ട് 2 കാലഘട്ടങ്ങളിലാണ് അവർ പുറത്ത് കടന്നത്. ചിലപ്പോൾ അതിന് മുൻപ് ആളുകൾ പുറത്ത് കടന്നേക്കാം. നമ്മൾ പറയുന്നത് ഇന്ന് അതിജീവിച്ച മനുഷ്യരുടെ ജനിതകവുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. അതിനു മുൻപ് ഉണ്ടായതെങ്കിൽ അവർ അതിജീവിച്ചിട്ടില്ല, അവരുടെ തലമുറകൾ ഇന്നില്ല എന്നതുകൊണ്ട് നമ്മൾ ഇവിടം തൊട്ടുള്ളതാണ് ഇന്നത്തെ മൈഗ്രേഷൻ്റേതായിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ അവർ 2 ഇതായിട്ട് വന്നത്, അതിലൊരു വിഭാഗം ആളുകൾ കിഴക്ക് ഭാഗത്തേക്ക്, ഇന്നത്തെ സോമാലിയ, യമൻ, ഒമാൻ, ഇറാൻ, ഇന്ത്യ, അങ്ങനെ ആ തീരപ്രദേശം വഴി കിഴക്ക് ഭാഗത്തേക്ക് സഞ്ചരിച്ചു പോകുന്നു. മറ്റൊരു വിഭാഗം ആളുകൾ വടക്ക് ഭാഗത്തേക്ക് യൂറോപ്യൻ ഭാഗങ്ങളിലേക്കായിട്ട് സഞ്ചരിച്ചു പോകുന്നു. അങ്ങനെ സഞ്ചരിച്ച ആളുകൾ ഏകദേശം 50,000 വർഷത്തോടടുത്ത ഒരു കാലഘട്ടമാകുമ്പോഴാണ് ഇന്ത്യൻ തീരങ്ങളിൽ എത്തുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ പലരും ചോദിക്കാനിടയുള്ള ഒരു കാര്യങ്ങളാണിത്. ഏതാണ്ട് 10 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ത്യയിൽ തമിഴ്നാട്ടിലുള്ള അട്ടീനമ്പാക്കം എന്ന് പറയുന്ന സ്ഥലത്ത് മനുഷ്യൻ ജീവിച്ചിരുന്നതായിട്ടുള്ള തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. 2.5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നർമ്മദാ തടങ്ങളിൽ മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. 74,000 വർഷങ്ങൾക്ക് മുമ്പ് ആന്ധ്രാപ്രദേശിലെ ജ്വാലാപുരം എന്ന് പറയുന്ന സ്ഥലത്തും മനുഷ്യൻ ജീവിച്ചിരുന്നതായിട്ട് തെളിവ് കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് 50,000 വർഷങ്ങൾക്ക് മുൻപാണ് ആദ്യമായി മനുഷ്യൻ ഇന്ത്യൻ തീരങ്ങളിൽ എത്തുന്നത്. ഇതെങ്ങനെ ശരിയാവും എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇതിനുള്ള മറുപടി എന്ന് പറയുന്നത്, സയൻസ് എന്ന് പറയുന്നത് അന്വേഷണങ്ങളിൽ നിന്നും കുറേ കൂടി മികച്ച അന്വേഷണങ്ങളിലേക്ക്, ശരികളിൽ നിന്നും കുറേ കൂടി ശരികളിലേക്കുള്ള ഒരു അന്വേഷണ യാത്രയാണ്. നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിരുന്നത് ആർക്കിയോളജിക്കലായിട്ടുള്ള മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, അവൻ്റെ ആയുധങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇത് മറ്റൊരു മൃഗവും ചെയ്യില്ല, അതുകൊണ്ട് ഇത് മനുഷ്യനാണ് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ആധുനികമായിട്ടുള്ള ജീനോമിക്സ് പഠനങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജനിതകം എന്ന് പറയുന്നത് അത്രയും കാലഘട്ടത്തിലേക്ക് ഹോമോസാപ്പിയൻസിൻ്റെ ജനിതകം പോകുന്നില്ല. അപ്പോൾ അതിനു മുമ്പുണ്ടായിരുന്നത് ആധുനിക മനുഷ്യനും മുൻപ് ജീവിച്ചിരുന്ന ഹോമോ ഇറക്റ്റസോ ഹോമോ ഹാബിലിസോ അതേപോലെയുള്ള മറ്റ് നമ്മുടെ ഹോമോസാപ്പിയൻ അല്ലാത്ത മറ്റൊരു വംശത്തിൽപ്പെട്ട മനുഷ്യരായിരിക്കാം എന്നാണ്. മനുഷ്യർ തന്നെയാണ്, പക്ഷേ ഹോമോസാപ്പിയൻസ് അല്ല എന്നാണ് ഇതിനെക്കുറിച്ചുള്ള പുതിയ പഠനങ്ങൾ വരുന്നത്. അപ്പം ഇത് ജനിതക പഠനങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവേ പലരും ചോദിക്കുന്ന പല കാര്യങ്ങളുണ്ട്, ഇതെങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന് 2 തരത്തിലാണ്, പ്രധാനപ്പെട്ട 2 പഠനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് മൈറ്റോകോൺഡ്രിയൽ DNA ഉപയോഗിച്ചുകൊണ്ടുള്ള അമ്മ വഴിയുള്ള പഠനം. മൈറ്റോകോൺഡ്രിയൽ DNA എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അമ്മ വഴിയാണ് കിട്ടുന്നത്. എനിക്ക് എൻ്റെ അമ്മയിൽ നിന്ന് കിട്ടുന്നു, അമ്മയ്ക്ക് അമ്മയുടെ അമ്മയിൽ നിന്നും കിട്ടുന്നു, അവർക്ക് അവരുടെ അമ്മയിൽ നിന്ന് കിട്ടുന്നു. ഇങ്ങനെ പുറകോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇന്ന് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരുടെയും അമ്മ എന്ന് പറയുന്നത് ഒരൊറ്റ സ്ത്രീയാണ്. ഒരു പൊതു പൂർവിക സ്ത്രീയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഏതാണ്ട് 2,80,000 വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ ജീവിച്ച ഒരൊറ്റ സ്ത്രീയുടെ മക്കളാണ് നമ്മളെല്ലാവരും. ആ പൊതു പൂർവികയെ നമ്മൾ മൈറ്റോകോൺഡ്രിയൽ ഈവ് അല്ലെങ്കിൽ മൈറ്റോകോൺഡ്രിയൽ ഹൗവ അമ്മൂമ്മ എന്നൊക്കെ വിളിക്കാം. അവർ ഏതാണ്ട് 2,80,000 വർഷം മുമ്പാണ് ജീവിച്ചിരുന്നത്. ഇനി മറ്റൊന്ന് വൈ ക്രോമസോമൽ DNA. അത് പുരുഷന്മാരിൽ മാത്രമേ വൈ ക്രോമസോമൽ DNA ഉണ്ടാവുള്ളൂ. അത് എനിക്ക് എൻ്റെ അച്ഛനിൽ നിന്നും അച്ഛനച്ഛനിൽ നിന്നും അവർക്ക് അവരുടെ അച്ഛനിൽ നിന്നും അങ്ങനെ പുറകോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് ഭൂമിയിലുള്ള മുഴുവൻ പുരുഷന്മാരുടെയും ഒരു ആദിമ പിതാവ് ഏതാണ്ട് 2,60,000 വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ ജനിച്ച ഒരൊറ്റ മനുഷ്യരിൽ നിന്നാണ് ഇന്നത്തെ പുരുഷന്മാർ മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കേൾക്കുമ്പോഴേക്കും ക്രിസ്തുമത വിശ്വാസികൾ ചാടി വീഴും. കണ്ടോ, ഞങ്ങളുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കറക്റ്റായിട്ട് വന്നിരിക്കുന്നു, ആദത്തിൻ്റെ ഹൗവയുടെയും മക്കളാണ് നമ്മളെല്ലാവരും എന്ന് ബൈബിളിൽ പറഞ്ഞു, സയൻസ് അത് കണ്ടെത്തി എന്ന് പറയും. യഥാർത്ഥത്തിൽ ബൈബിളിൽ പറഞ്ഞത് സയൻസ് കണ്ടെത്തുകയല്ല, സയൻസ് കണ്ടെത്തിയ ഒരു കാര്യത്തിന് ബൈബിളിലുണ്ടായിരുന്ന 2 മിത്തിക്കൽ കഥാപാത്രങ്ങളുടെ പേര് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ കഥയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന 2 കഥാപാത്രങ്ങളുടെ പേര്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അത് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നതാണ്. അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ആദം ആദ്യത്തെ മനുഷ്യനാണ്. അതേസമയം നമ്മുടെ മൈറ്റോകോൺഡ്രിയൽ ആദം എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനല്ല. മൈറ്റോകോൺഡ്രിയൽ ഈവ ആദ്യത്തെ സ്ത്രീയുമല്ല. അവർക്ക് മുൻപും മനുഷ്യരുണ്ടായിരുന്നു, അവർക്ക് അമ്മയും അച്ഛനും സഹോദരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലർക്കും കൺഫ്യൂഷനാകും. ഒരാൾ സ്ത്രീ 2,80,000 വർഷം മുമ്പും പുരുഷൻ 2,60,000 വർഷം, പിന്നെ എങ്ങനെ അവർക്ക് മക്കളുണ്ടാവും എന്നിങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാവും. ഞാനത് നിങ്ങളിപ്പോൾ ചിലപ്പോൾ പലപ്പോഴും പലരും ചോദിക്കുന്നതായതുകൊണ്ട് ഒരു പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണത്തിലൂടെ പറയാം. നമ്മൾ ആന്തമാൻ ദ്വീപുകളിലുള്ള സെൻറ്റിനൽ ദ്വീപിൽ
ഒരു 100 മനുഷ്യരുണ്ട് എന്ന് കരുതുക. അതിൽ ഒരു കപ്പിൾസ് നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി അവർക്കൊരു പേര് കൊടുക്കുക. രാജപ്പനെന്നും രാജമ്മയെന്നും പേരുള്ള 2 പേര്. അവർക്ക് 3 പെൺകുട്ടികളുണ്ടാകുന്നു, അല്ലി, വല്ലി, മല്ലി. അപ്പോൾ അവർ പ്രായപൂർത്തിയാകുമ്പോഴത്തേക്ക് അവരെ 3 ചെറുപ്പക്കാരെ കൊണ്ട് കല്യാണം, ആ ദ്വീപിലുള്ള 3 ചെറുപ്പക്കാരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു. ഗോവിന്ദൻകുട്ടി, മഹാദേവൻ, അപ്പുക്കുട്ടൻ. അല്ലിയെ ഗോവിന്ദൻകുട്ടി കല്യാണം കഴിക്കുന്നു, വല്ലിയെ മഹാദേവൻ കല്യാണം കഴിക്കുന്നു, മല്ലിയെ അപ്പുക്കുട്ടനും വിവാഹം കഴിക്കുന്നു. ഇതിൽ അല്ലിക്കും ഗോവിന്ദൻകുട്ടിക്കും 2 പെൺകുട്ടികളുണ്ടാകുന്നു, ബിന്ദു, സിന്ധു. മറ്റ് 2 പേർക്കും ഒന്നുകിൽ മക്കളുണ്ടായില്ല, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളായപ്പം ചെറുപ്പത്തിൽ തന്നെ മക്കൾ മരിച്ചുപോയി. അപ്പോൾ ഈ ബിന്ദുവിനെയും സിന്ധുവിനെയും കുറേ നാൾ കഴിയുമ്പം അവർക്കും പ്രായപൂർത്തിയാകുമ്പം ഈ ദ്വീപിലുള്ള വേറെ 2 ചെറുപ്പക്കാർ വന്ന് അവരുമായിട്ട് കല്യാണം നടത്തുന്നു. അവർ തോമസ് കുട്ടിയെന്നും നമുക്ക് ഇബ്രാഹിം കുട്ടിയെന്നും വിളിക്കാം. അപ്പോൾ ബിന്ദുവിനും തോമസ് കുട്ടിക്കും കൂടി ഒരു മകനുണ്ടാകുന്നു, സിന്ധുവിനും ഇബ്രാഹിം കുട്ടിക്കും കൂടി ഒരു മകളും ഉണ്ടാകുന്നു. അവരിങ്ങനെ കൂട്ടുകുടുംബമായിട്ട് ഈ ദ്വീപിൽ ഒരു ഉയർന്ന മലയിൽ ഒരു കുടിലൊക്കെ കെട്ടി താമസിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സുനാമി വരുന്നത്. സുനാമി അടിച്ച് ഈ താഴ്വാരത്തിലുണ്ടായിരുന്ന മുഴുവൻ മനുഷ്യരും അതിൽ ഒലിച്ചുപോയി. ഇപ്പോൾ അവിടെ അവശേഷിക്കുന്ന ആരാണ്? രാജപ്പൻ, രാജമ്മ, അല്ലി, വല്ലി, മല്ലി, ഗോവിന്ദൻകുട്ടി, മഹാദേവൻ, അപ്പുക്കുട്ടൻ, ബിന്ദു, സിന്ധു, തോമസ് കുട്ടി, ഇബ്രാഹിം കുട്ടി, അവരുടെ 2 കുട്ടികൾ. അപ്പോൾ പിന്നെ അവർക്ക് അടുത്ത തലമുറയാകാൻ ഈ കുട്ടികൾ വലുതാകുമ്പോൾ അവർ തമ്മിൽ വിവാഹം കഴിച്ച് അടുത്ത തലമുറയുണ്ടാകുന്നു, അടുത്ത തലമുറയുണ്ടാകുന്നു. ഇങ്ങനെ ഒരുപാട് കാലം കഴിയുമ്പം അവിടെ ഒരു 10 ലക്ഷം ആളുകളുണ്ട് എന്ന് കരുതുക. ഈ 10 ലക്ഷം ആളുകളുടെയും ഒരു പൊതു പൂർവികയായിട്ടുള്ള ഒരു അമ്മ ആരാണ് ഇതിനകത്ത്? അല്ലിയാണ്, അല്ലേ? കാരണം അല്ലിക്ക് സഹോദരിമാരുണ്ട്, അപ്പോൾ വല്ലിയും മല്ലിയും ഉണ്ട്, പക്ഷേ അവർക്ക് മക്കളുണ്ടായിട്ടില്ല. ഇനി അല്ലിയുടെ മക്കളാണോ പൊതുപൂർവിക എന്ന് ചോദിച്ചാൽ ഇല്ല, അതിൽ പകുതി ആളുടെ അമ്മ മാത്രമേ ബിന്ദു ആകത്തുള്ളൂ, പകുതി ആളുടെ മാത്രമേ സിന്ധു ആകത്തുള്ളൂ. എന്നാൽ പിന്നെ രാജമ്മ ഇല്ലേ എന്ന് ചോദിച്ചാലോ? രാജമ്മ ഇവരുടെ എല്ലാവരുടെയും തൊട്ടടുത്ത പൊതുപൂർവികയല്ല, തൊട്ടടുത്ത പൊതുപൂർവികയുടെ മുമ്പുണ്ടായിരുന്ന പൂർവികയാണ്. അതാണ് നമ്മൾ മൈറ്റോകോൺട്രിയൽ ഈവ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം സ്വാഭാവികമായിട്ട് അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ അല്ലിയുടെ ഭർത്താവ് ഗോവിന്ദൻകുട്ടിയല്ലേ വൈക്രോമസോമൽ ഫാദർ വരേണ്ടത്? അല്ല, കാരണം ഗോവിന്ദൻകുട്ടിക്കും അല്ലിക്കും കൂടി 2 പെൺമക്കളാണ് ഉണ്ടായത്. ഈ വൈക്രോമസോം പെൺകുട്ടികളിലേക്ക് വരില്ല. ഗോവിന്ദൻകുട്ടിയുടെ വൈക്രോമസോമൽ DNA ഗോവിന്ദൻകുട്ടിയോടുകൂടി തീർന്നു. ഇവിടെ ആൺകുട്ടി ഉണ്ടായത് ബിന്ദുവിനും തോമസ് കുട്ടിക്കുമാണ്. അപ്പോൾ അടുത്ത തലമുറയിൽപ്പെട്ട തോമസ് കുട്ടിയുടെ ജനിതകമാണ് വൈക്രോമസോമലായിരിക്കും വന്നത്. ഇത് ജസ്റ്റ് ഇനി ഒരുപാട് പേര് പലപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ആളുകൾ ഈ 50,000 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ തീരങ്ങളിലെത്തി. ഇന്ത്യൻ തീരങ്ങളിൽ മാത്രമല്ല, ഇതിന് തൊട്ടടുത്ത് ഇറാൻ തീരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്നാണ് ഇന്ത്യയും ഇറാനും ഒക്കെ ഉള്ളത്. അന്നത്തെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരും കുറേ സ്ഥലവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ കാലക്രമേണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിച്ച് ഇന്നത്തെ ഈ പാകിസ്ഥാൻ ഇന്ത്യയുടെ ആ അതിർത്തി പ്രദേശങ്ങളിൽ വന്ന് സിന്ധു നദി ഇവിടെ ഒഴുകുന്ന ആ ഒരു പ്രദേശങ്ങളിലൊക്കെ വന്ന് അവർ 2 കൂട്ടരും 2 കാലങ്ങളിൽ വന്നവർ പരസ്പരം മിങ്കിൾ ചെയ്ത് ഒരു പുതിയൊരു സംസ്കാരം അവിടെ ഉണ്ടാക്കി. അതിനെയാണ് സിന്ധു നദീതട സംസ്കാരം എന്ന് വിളിക്കുന്നത്. അപ്പോൾ സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുമ്പോൾ അതിൽ ഹാരപ്പ, മോഹൻജദാരോ, മെഹർഗ, ചിഞ്ചുദാരോ, ധൊലാവിര, രാഹിഗർഗി, ലോത്തൽ, കാലിബംഗൻ ഇങ്ങനെയുള്ള കുറേ വലിയൊരു പ്രദേശത്താണ് അവർ വലിയ സംസ്കാരം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സംസ്കാരം അക്കാലത്തുണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച സംസ്കാരങ്ങളിലൊന്നായിരുന്നു. ഒരു നല്ല വീടുകളുണ്ടായിരുന്നു, നഗരാസൂത്രണം ഉണ്ടായിരുന്നു, ഓവുചാലുകളുണ്ടായിരുന്നു, കൃഷിക്ക് വെള്ളം കൊണ്ടുവരുന്ന സംവിധാനങ്ങൾ, ഇങ്ങനെയുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങൾ, ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ലോകത്തൊരിടത്തും ഉണ്ടാക്കാത്ത വിധത്തിലുള്ള മഹത്തായിട്ടുള്ള ഒരു സംസ്കാരമായിരുന്നു അവരുണ്ടാക്കിയിരുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു വളരെ പ്രത്യേകത നമ്മൾ കാണുന്നത് ആ സമയത്തുണ്ടായിരുന്ന മറ്റ് സംസ്കാരങ്ങളുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, മെസപ്പൊട്ടോമിയൻ സംസ്കാരമോ ഈജിപ്ഷ്യൻ സംസ്കാരമോ ഗ്രീക്ക് സംസ്കാരമോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അന്ന് അവരൊക്കെ ചെയ്തിരുന്നത് അവർ കിട്ടുന്ന തക്കത്തിന് ഏതെങ്കിലും ചുവരിലും അല്ലെങ്കിൽ ഗുഹയിലും പാറയുടെ പുറത്തുമൊക്കെ ദൈവങ്ങളുടെ ചിത്രങ്ങളൊക്കെ വരച്ച് വെക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെയും പടമൊന്നും ഒരിടത്തും വരച്ചതായിട്ട് കാണാൻ പറ്റുന്നില്ല. അവർ ചില മൃഗങ്ങളുടെയൊക്കെ പടങ്ങളൊക്കെ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അതിപ്പം ദൈവമാക്കി ചിലർ മാറ്റുന്നു എന്നല്ലാതെ അവർ ദൈവത്തിൻ്റേതായിട്ടുള്ള ഒരു ചിത്രങ്ങളും വരച്ചിട്ടില്ല. അപ്പോൾ ഇത്രയധികം വലിയൊരു നഗരാസൂത്രണമൊക്കെ ചെയ്യുന്ന ഒരു സമൂഹം അവരെന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഒന്നും ചിത്രം വരയ്ക്കാത്തതെന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ച് ദൈവമൊന്നും അത്ര പ്രധാനമായി അവർക്ക് തോന്നിയിരുന്നില്ല, അല്ലെങ്കിൽ ഒരു സംഘടിത മതവിഭാഗം ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് നമ്മുടെ ചരിത്രം നമ്മൾ പുറകോട്ട് ചെല്ലുമ്പം ഈ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ കാലത്തെത്തുമ്പോൾ അവിടെ ഹിന്ദുവുമില്ല, ഹിന്ദു ദൈവങ്ങളുമില്ല, ഹിന്ദു മതത്തിൻ്റെ ഒരു ഗ്രന്ഥവുമില്ല. പിന്നീട് ഏതാണ്ട് BC 1800 കാലഘട്ടമാകുമ്പോഴേക്കും ഈ സിന്ധു നദിയുടെ സംസ്കാരത്തിന് ഒരു തകർച്ച നേരിടുന്നു. ആ സമയമാകുമ്പോഴേക്കും യൂറോപ്യൻ ഭാഗത്തു നിന്നും യൂറോപ്യൻ സ്റ്റെപ്പികൾ ഇങ്ങോട്ട് കടന്നു വരുന്നു. അപ്പോൾ ഈ സ്റ്റെപ്പികൾ കടന്നു വരുമ്പോൾ അവർ കൊണ്ടുവന്നിരിക്കുന്ന കുറേ കാര്യങ്ങളാണ് കുതിരകൾ. കുതിര
അതിനു മുൻപ് ഇവിടെ ഇന്ത്യയിൽ ഒരിടത്തും കുതിര ഉള്ളതായിട്ടോ കുതിരയുടെ ഒരു പടമോ കുതിരയുടെ എന്തെങ്കിലും തരത്തിലുള്ള ഫോസിൽ അവശിഷ്ടമോ ആർക്കിയോളജിക്കൽ അവശിഷ്ടങ്ങളോ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. അതേപോലെ തന്നെ അവർ തന്നെ കൊണ്ടുവന്നതാണ് കുതിരവണ്ടി. അപ്പോൾ നമുക്കതിനു മുൻപ് ചക്രങ്ങൾ വെച്ചിട്ടുള്ള വണ്ടികളുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ചക്രങ്ങൾ എന്ന് പറഞ്ഞാൽ തടി അടിച്ച് വലിയ വലിപ്പത്തിലുള്ളതാണ്. പക്ഷേ ഇവരെന്നാ ചെയ്തതെന്ന് വെച്ചാൽ ഈ ആരക്കാലുകൾ വെച്ച് ഭാരം കുറച്ച് ഉണ്ടാക്കി അതിനെ ഈ ബ്രാസ് കൊണ്ട് ബലപ്പെടുത്തിയ ആരക്കാലുകളുള്ള ഇതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേഗതയിൽ പല സ്ഥലങ്ങളിൽ ചെന്നെത്താനായിട്ട് സാധിച്ചിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് പശുവിനെ മേയിച്ച് നടക്കുക, പശുവിൻ്റെ പാല് കുടിക്കുക, വെണ്ണ എടുക്കുക, കട്ട് തിന്നുക, അതൊക്കെയുള്ള പരിപാടികളൊക്കെ ആയിട്ടായിരുന്നു അന്ന് അവർ ജീവിച്ചിരുന്നത്. അവർ സംസാരിച്ചിരുന്ന ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതത്തിൻ്റെ ഒരു പ്രാക് രൂപമായിരുന്നു അന്ന് അവർ സംസാരിച്ചിരുന്നത്. അവരുടെ കഥകളിൽ അവരിങ്ങോട്ട് കൊണ്ടുവന്ന സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ് വേദങ്ങൾ. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഹിന്ദുവിൻ്റെ ഏറ്റവും ആദ്യത്തെ സാഹിത്യം എന്ന് പറയുന്നത് വേദങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അന്ന് അങ്ങോട്ട് വന്ന ഈ വരത്തന്മാർ കൊണ്ടുവന്ന മതമാണ് ഹിന്ദുമതം എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഇനി ഹിന്ദുമതത്തിൻ്റെ മതഗ്രന്ഥങ്ങളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വേദങ്ങൾ, അത് കഴിഞ്ഞിട്ട് ആദ്യം ഉണ്ടായിരിക്കുന്ന വേദമാണ്. അതിനുശേഷം ബ്രാഹ്മണങ്ങൾ എന്ന് പറയുന്ന ബുക്കുകളുണ്ടാകുന്നു. അതിനുശേഷമാണ് ആരണ്യകങ്ങൾ എന്ന് പറയുന്ന ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഉപനിഷത്തുകൾ, സൂത്രങ്ങൾ, ഇതിഹാസങ്ങൾ, ഭഗവത്ഗീത, പുരാണം, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്ക് കിടക്കുന്നത്. അപ്പോൾ വേദങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം കേട്ടിരിക്കുന്നത് വേദം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിവ് എന്നാണ്. എന്തറിവാണ് അതിൻ്റെ അകത്തുള്ളത് എന്ന് നമ്മളൊന്ന് വായിച്ച് നോക്കണം. അതായത് ഇതിനെക്കുറിച്ച് നമ്മൾ ഇതിങ്ങനെയൊക്കെ പറയുമെങ്കിലും നമ്മുടെ ഇവിടുത്തെ വലിയ പണ്ഡിതന്മാരായിരുന്ന ഡോക്ടർ ലീലാവതി, അയ്യപ്പ പണിക്കർ, NV ഗോവിന്ദവാര്യർ, ഇങ്ങനെയൊക്കെയുള്ളവരൊക്കെ ഈ വേദങ്ങളിലെ മുത്തിനെയും പവിഴത്തെയും കുറിച്ചൊക്കെ എഴുതിയിട്ടും തീരാത്ത ആളുകളാണ്. പക്ഷേ ഈ അറിവിനെക്കുറിച്ച് നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുക്കലൊന്ന് പറഞ്ഞ് കേൾപ്പിച്ച് കഴിഞ്ഞാൽ അവൻ തല കുത്തി കടന്ന് ചിരിക്കും. ഒന്ന്, സൂര്യൻ 7 കുതിരകൾ വലിക്കുന്ന കുതിരവണ്ടിയിൽ സഞ്ചരിക്കുന്ന ആളാണ്. ഇന്നിപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം സൂര്യൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 14 ലക്ഷം കിലോമീറ്റർ വ്യാസമുള്ള വലിയൊരു വാതക ഭീമനാണ്. അതിൻ്റെ ഉപരിതലത്തിലെ ടെമ്പറേച്ചർ തന്നെ ഏതാണ്ട് 5000 ഡിഗ്രി സെൽഷ്യസിലധികമാണ്. ആ സാധനത്തെയാണ് കുതിരവണ്ടിയെ കയറിപ്പോകുന്നു എന്ന് അന്ന് എഴുതി വെച്ചിരിക്കുന്നത്. കാരണം അന്നത്തെ മനുഷ്യരെ സംബന്ധിച്ച് അത് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എല്ലാ സാധനങ്ങളും ഒരു ഒന്നുകിൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ മുകളിൽ നിന്ന് ഒരു ബലം കൊടുക്കുന്നില്ലെങ്കിൽ ആ സാധനമെല്ലാം താഴേക്ക് വീഴുന്നു കാണാം. അപ്പോൾ അന്നത്തെ ആളുകൾ വിചാരിച്ചു ഈ ഭൂമി എവിടെയാണ് നിൽക്കുന്നത്, ഒരിടത്തും മുകളിൽ നിന്ന് ഒരു സപ്പോർട്ട് കാണുന്നില്ല. അപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു ഭൂമി നിൽക്കുന്നത് അതൊരു പന്നിയുടെ മൂക്കിൻ്റെ മുകളിലാണ് ഭൂമി നിൽക്കുന്നത്. വരാഹം അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ചില ആളുകൾ ചോദിച്ചു അപ്പോൾ അങ്ങനെയാണ് ഈ പന്നി എവിടെയാണ് നിൽക്കുന്നത്? പന്നി അതൊരു ആമയുടെ പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ ആമയോ? അത് വേറൊരു ആമയുടെ പുറത്ത്, പിന്നെ അങ്ങോട്ട് മൊത്തം ആമയാണ്. ഇനി അതിൻ്റെ താഴെ മറ്റൊന്നും പറഞ്ഞിരിക്കുന്ന വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് അറിവെന്ന് പറഞ്ഞാൽ ഈ സോമം എന്ന് പറയുന്നത് അത് ദേവന്മാരുടെ പാനീയമാണ്. കാരണം നമുക്കറിയാം നമ്മൾ പലതരത്തിലുള്ള പാനീയങ്ങൾ കുടിക്കുന്നുണ്ട്. വെള്ളമുണ്ട്, പഴത്തിൻ്റെ ചാറുണ്ട്, പാലുണ്ട്. പക്ഷേ ഇതൊന്നിലൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത ആൽക്കഹോൾ കഴിച്ചാൽ കിട്ടുന്നുണ്ട്. മാത്രവുമല്ല അവർ നേരത്തെ പണ്ട് ഈ ആകാശത്തിലേക്കൊക്കെ നോക്കുമ്പോൾ നക്ഷത്രങ്ങളെ കാണുന്നത് അതെന്താണെന്ന് അവർക്കറിയില്ല. അവരന്ന് പറഞ്ഞിരുന്നത് അതെല്ലാം ദൈവങ്ങളാണ്. അശ്വിനി ദേവന്മാർ, ബ്രഹ്മർഷിമാർ, ധ്രുവൻ, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ, ഇങ്ങനെയുള്ള ഓരോ ദൈവങ്ങളെയാണ് ഈ ആകാശത്ത് കണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്തൂടെ ചില നക്ഷത്രങ്ങൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നതും കാണാം. അപ്പം ഇവർ വിചാരിച്ചു ഈ ദൈവങ്ങൾ ഈ വെള്ളം ഒഴിക്കുന്നതുകൊണ്ടാണ് ഇവന്മാർക്ക് ഈ ആകാശത്തിൽ കൂടെയൊക്കെ പോകാനുള്ള കഴിവ് കിട്ടുന്നത്. അതുകൊണ്ട് സോമം എന്ന് പറഞ്ഞാൽ ദൈവികമായിട്ടുള്ള ഒരു പാനീയമാണ്. ഇനി അതിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊന്നാണ് സോമപാനിയായ ഇന്ദ്രൻ, സോമപാനിയായ ചന്ദ്രൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ചന്ദ്രൻ സോമം അതായത് മദ്യം കുടിക്കുമോ? അതായത് ഇന്നത്തെ കുട്ടികൾക്കറിയാം ഇത് കല്ലും മണ്ണും ഒക്കെ പർവ്വതങ്ങളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന വലിയൊരു ഗോളമാണ്. അപ്പോൾ ഇതെന്നാന്ന് ചോദിച്ചെന്നാൽ നമ്മൾ പലതുമായിട്ട് കമ്പയർ ചെയ്താണ് നോക്കുന്നത്. നമ്മൾ മദ്യപിക്കുന്നവർ ആദ്യം ഒന്ന് ആടും, അത് കഴിയുമ്പം ഒന്ന് വീഴാൻ തുടങ്ങും, അത് കഴിയുമ്പോൾ ഒന്ന് വീഴും, അത് കഴിയുമ്പോൾ അവിടെ കിടക്കും, പിന്നെ പതുക്കെ ഏറ്റു വരും. ഇങ്ങനെയാണ് അവർ ചന്ദ്രനെ നോക്കുമ്പോൾ ഇതേപോലെ തന്നെ ഒരു ദിവസം നല്ല സുന്ദരനായിട്ട് ഏറ്റു വന്ന് നിൽക്കുന്നു, പിറ്റേ ദിവസം ആകുമ്പോൾ ഒരു ചെറിയൊരു തളർച്ച, അതിൻ്റെ ദിവസം ആകുമ്പോൾ ഇച്ചിരൂടെ താഴോട്ട് പോകുന്നു, അതിൻ്റെ അടുത്ത് ഇച്ചിരൂടെ പോകുന്നു, പിന്നെ ഒരു ദിവസം ഒന്നും ഇല്ലാതെ വരുന്നു, പിന്നെ പതുക്കെ പിടിച്ചേറ്റ് വരുന്നു. അതുകൊണ്ടായിരിക്കാം അവർ ഈ ചന്ദ്രൻ എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ളതിൻ്റെ അവരുടെ ലളിതമായിട്ടുള്ള ഉത്തരമായിരുന്നു സോമപാനിയായിട്ടുള്ള ചന്ദ്രൻ. അതുപോലെ മഴ എങ്ങനെയാണ് പെയ്യുന്നത് എന്ന് അന്നത്തെ മനുഷ്യർക്കറിയില്ല. അതിലവർ പറഞ്ഞിരിക്കുന്നത് വൃത എന്ന് പറയുന്ന ഒരു രാക്ഷസൻ ഈ വെള്ളം മുഴുവൻ മുകളിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രൻ പോയി ഇവനെ കൊല്ലുമ്പം ആ വെള്ളം താഴോട്ട് ഒഴുകുന്നതാണ് എന്നാണ്. ഇനി ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്വർണ്ണ മുട്ട പൊട്ടി ഉണ്ടാക്കിയതാണ്.
ഇനി ആ സ്വർണ്ണ മുട്ട എന്നുള്ള വാക്ക് ഇപ്പം ബിഗ് ബാങ് വന്നപ്പോഴത്തേക്കും ബിഗ് ബാങ്ങിനെക്കുറിച്ചുള്ള സംഭവങ്ങൾ മുഴുവൻ ഞങ്ങളുടെ ഋഗ്വേദത്തിൽ പണ്ടേ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് 2 പാമ്പുകളുണ്ട്, രാഹു കേതു, ഇവന്മാർ വന്ന് വിഴുങ്ങുന്നതാണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന പിന്നെ ദൈവങ്ങൾ ശ്വാസം വിടുന്നതാണ് കൊടുങ്കാറ്റടിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുമാണ് നമ്മൾ ഈ വേദങ്ങളിലെ എന്തൊക്കെയോ ഭയങ്കരമായ അറിവുകൾ എന്നൊക്കെ പറയുന്നത്. അതിൽ തന്നെയുള്ള വലിയൊരു അറിവാണ് നമ്മുടെ കാലത്തെക്കുറിച്ചുള്ള വളരെ കൃത്യമായ അറിവ് പഴയ ജ്ഞാനികളായിരിക്കുന്ന ഋഷീശ്വരന്മാർക്കുണ്ടായിരുന്നു. അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു ടൈം സ്കെയിലാണ് വേദിക് ടൈം സ്കെയിൽ എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് 2 പരമാണു, 1 ദ്വിണുകം, 3 ദ്വിണുകം, 1 ത്രസ്രേണു, 3 ത്രസ്രേണു, 1 ത്രുടി, ഇങ്ങനെ അങ്ങ് പോകും. ഇതെങ്ങനെയാണ് അളക്കുന്നത് എന്ന് ആരോടും ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. അതിൽ ഒരിടത്ത് പറയുന്നത് ത്രുടി എന്ന് പറയുന്നത് അത് ഒരു താമരയുടെ ഇലയിലേക്ക് ഒരു സൂചി വെച്ച് ഇങ്ങനെ കുത്തുമ്പം അത് തുളഞ്ഞു കയറാൻ എടുക്കുന്ന സമയമാണ് ഒരു ത്രുടി. ഇതെങ്ങനെയാണ് അളക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അളക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഇനി 1 ത്രുടി അങ്ങനെയാണെങ്കിൽ അതിന് താഴെയുള്ള പരമാണുവിനെ പിന്നെ എങ്ങനെ അളക്കും? പക്ഷേ ഇതൊക്കെയാണെങ്കിൽ ഇതുകൊണ്ട് ഇന്നും നല്ല ഗുണമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു കണക്ക് വെച്ചിട്ട് നമുക്ക് ഏത് കണക്കും ശരിയാക്കാൻ പറ്റും. ഈ പ്രപഞ്ചം ഉണ്ടായിട്ട് എത്ര കാലമായെന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂടെ കൂട്ടിയും ഗുണിച്ചും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1380 എന്ന് പറയുന്ന ഒരു ഉത്തരത്തിലേക്ക് എത്തിക്കാം. ഇനി നാളെ സയൻസ് പറയുകയാണ് 1380 അല്ല 1384 കോടി വർഷമാണ് പ്രപഞ്ചം ഉണ്ടായതെന്ന് പറഞ്ഞാൽ അപ്പോഴും ശരിയാക്കാം. കാരണം ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ 71 ചതുരകം എന്ന് പറയുന്നത് ഒരു 70 ആക്കിയാൽ മതി. അപ്പോൾ അത് കൂടി കിട്ടും. ഇനി അത് വേറെ ഭൂമിയുടെ പ്രായമാണെങ്കിലോ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം എടുത്തു വെച്ച് മാറ്റിയാൽ മതി. ഇങ്ങനെ ഒപ്പിച്ചുകൊണ്ട് ഇഷ്ടം പോലെ കണക്കുകൾ നമ്മുടെ അടുത്ത് ദിവസവും വരുന്നുണ്ട്. ഇങ്ങനെ വേദങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യമൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മുടെ ഭാഷ പലപ്പോഴും മാറിപ്പോകും. ഈ വേദങ്ങളെന്ന് പറഞ്ഞാൽ പണ്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അതിങ്ങനെ കാണാപ്പാടം പഠിപ്പിക്കുകയാണ്. ഇന്നും അത് തന്നെയാണ് തുടരുന്നത്. വേദാധ്യയനം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണന്മാർ പഠിപ്പിക്കുന്നത് ഈ കുട്ടികളെ മുമ്പിൽ പിടിച്ചിരുത്തിയിട്ട് അവരുടെ തലയിൽ പിടിച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവരുടെ മന്ത്രം ചെല്ലുന്നു നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്രാഹ്മണർ മന്ത്രം ചെല്ലുമ്പം എല്ലാവരും ഒരേ തലത്തിൽ തലയൊക്കെ ഇങ്ങനെ ആട്ടിയാണ് പറയുന്നത്. കാരണം അവരെ അങ്ങനെ പഠിപ്പിച്ചിരുന്ന ആ ഓർമ്മയിൽ നിന്ന് മാത്രമേ അവർക്കിത് പറയാൻ പറ്റുന്നുള്ളൂ. അപ്പം ഭാഷ എന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കാലം കഴിയുമ്പോൾ ഒരു 800 വർഷമൊക്കെ കഴിയുമ്പോൾ ഈ ഭാഷ പലതും മാറിപ്പോയി. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ നമുക്ക് കേരളത്തിലുള്ളവരെ സംബന്ധിച്ച് നമ്മളെല്ലാം മലയാളമാണ് പറയുന്നതെങ്കിലും ഒരു തൃശ്ശൂർകാരനും ഒരു കാസർഗോഡുകാരനും തമ്മിൽ കണ്ടുമുട്ടിയാൽ അവർക്ക് പറയുന്നത് പലപ്പോൾ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇത് അവിടെയും ഉണ്ടായി. അപ്പം ഇവരെന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പോൾ ഒരുത്തൻ ഈ ഇതെടുത്തിട്ട് എള്ളെടുത്തിട്ട് അങ്ങോട്ട് എറിയാൻ പറയുമ്പോൾ വേർത്തൻ പൂവെടുത്തിട്ട് ഇങ്ങോട്ട് എറിയും. അത് ആകെപ്പാടെ പ്രശ്നമായി കഴിഞ്ഞപ്പം ഇവർ പറഞ്ഞു ഇതൊന്നും നമുക്ക് ശരിയാക്കണം. അതിനു വേണ്ടിയിട്ട് അവരുണ്ടാക്കിയിരിക്കുന്ന അടുത്ത സംഭവമാണ് ഈ ബ്രാഹ്മണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രാഹ്മണങ്ങളിൽ ആൾക്കാർ ചോദിക്കുന്നത് ഇത്ര ബുദ്ധിമുട്ട് ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഇത് ചെയ്തില്ലെങ്കിൽ യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ കൃത്യമായിട്ടും ചെയ്തില്ലെങ്കിൽ ഈ ലോകം മുഴുവൻ നശിച്ചു പോകും. ഇനി അതിരാവിലെ എഴുന്നേറ്റിട്ട് അഗ്നിഹോത്രയാഗം ഈ തീയൊക്കെ കത്തിച്ച് അതിൻ്റെ മുമ്പിൽ വെച്ചിട്ട് സ്വാഹ ചെയ്തില്ലെങ്കിൽ സൂര്യൻ ഉദിക്കില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഇതറിയാനായിട്ട് ഒരു ദിവസമൊന്നും ചെയ്യാതിരുന്നാൽ അന്ന് അവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവരതങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാണ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ പുരുഷമേധയാഗങ്ങളെയൊക്കെ വളരെയധികം ഇതിൻ്റെ അകത്ത് പ്രകീർത്തിക്കുന്നുണ്ട്. നമ്മൾ പേര് കേട്ടാൽ വിചാരിക്കുക എന്തോ വലിയ സംഭവമാണെന്നൊന്നും അല്ല. നരബലിയാണ് പുരുഷമേധയാഗം. അതിലും പേര് പുരുഷൻ എന്നാണെങ്കിലും ചെയ്തത് മുഴുവൻ സ്ത്രീകളെയായിരുന്നു. കന്യകളായിരിക്കുന്ന പെൺകുട്ടികളാണ് ഈ പറയുന്ന ബലിയായിട്ട് യാഗമായിട്ട് പലപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഈ മന്ത്രമൊക്കെ ചെല്ലുമ്പം ഭാഷ മാറിപ്പോയി, അതെന്നതാണെന്ന് അവർക്കും അറിയില്ല. അപ്പോൾ ഇതൊക്കെ ചെല്ലുമ്പോൾ ആളുകൾ ചോദിക്കും അല്ല നിങ്ങൾ എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് അത് മന്ത്രമാണ്, മന്ത്രത്തിന് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഇത്ര വിഷമിച്ച് ചെല്ലുന്നതെന്ന് ചോദിച്ചാൽ പറയും ഈ മന്ത്രം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് എവിടെ നിന്നൊക്കെയോ കോസ്മിക് എനർജികൾ ഇങ്ങനെ വരും. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള എനർജി കിട്ടും. അതുകൊണ്ട് നമ്മൾ 1000 പ്രാവശ്യം ചെല്ലുക, 10000 പ്രാവശ്യം ചെല്ലുക, സഹസ്രനാമജപം, പിന്നെ ലക്ഷ അർച്ചന, പിന്നെ എന്താ കോടി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏറ്റവും അധികം കേൾക്കുന്ന ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണ് ഗായത്രി മന്ത്രം എന്ന് പറയുന്നത്. ഓം ഭൂർഭുവസ്സുഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യേന പ്രചോദയാം. ഇതാണത്. എന്താ അതിൻ്റെ അർത്ഥം? ഓം ഭൂർഭുവസ്വ, ഓം എന്നുള്ള ശബ്ദം ഭൂമിയിലും അന്തരീക്ഷത്തിലും മുഴങ്ങുന്നു. തത്സവിതുർവരേണ്യം, അത് സൂര്യനെ വരേണ്യനാക്കുന്നു. ഭർഗോ ദേവസ്യ ധീമഹി, ദേവന്മാരെ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ ധിയോയേന പ്രചോദയ, അത് നിങ്ങളുടെ മനസ്സിനെ ഉദ്ദീപിപ്പിക്കുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. പക്ഷേ ഇതാണിങ്ങനെ 10000 പ്രാവശ്യമൊക്കെ ചെല്ലുക, അതിനു വേണ്ടിയിട്ട് വലിയ ശാലകളൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പം എന്തോ ഉണ്ടാകുന്നു എന്നാണ് കരുതിക്കൊണ്ടിരുന്നത്.
ഇനി വേറെ ചില ആളുകൾ പറഞ്ഞു ഈ യാഗങ്ങളും മന്ത്രങ്ങളും ഒക്കെ ചെല്ലുന്നത് ഈ ദൈവങ്ങൾ പണ്ട് കുറേ മണ്ടത്തരങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, അത് നമുക്ക് പരിഹരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. ശതപഥ ബ്രാഹ്മണം 1:7, 1:3 അതാണ് പറയുന്നത്. പിന്നെ പണ്ട് നമുക്കറിയാം ഈ തീ ഉണ്ടാക്കുക എന്ന് പറയുന്ന അന്നത്തെ വലിയൊരു ബുദ്ധിമുട്ട് പിടിച്ച പരിപാടിയായിരുന്നു. നമുക്കിന്ന് തീപ്പെട്ടിയോ ലൈറ്ററോ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ അവർക്ക് ഒരു 4-5 മണിക്കൂർ സമയം 2 കമ്പും കോലും ഒക്കെ ഇട്ട് തിരിച്ചും പറിച്ചും ഒക്കെ വേണം ഈ തീ ഉണ്ടാക്കാൻ. തീ മനുഷ്യൻ്റെ ഒരു വലിയൊരു കണ്ടുപിടുത്തമാണ്. പക്ഷേ അത് നഷ്ടപ്പെട്ടു പോയാൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഈ തീ സംരക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുക. എല്ലാ സമൂഹങ്ങളിലും അന്ന് തീ കെടാതെ അവർ സൂക്ഷിക്കുമായിരുന്നു. അപ്പോൾ നമ്മളൊരു ആന്ത്രപ്പോമോർഫിസം എന്ന് പറയുന്നത് നമ്മളെല്ലാത്തിലും നമ്മുടേതായിട്ടുള്ള ഒരു ചിന്താരീതികൾ നമ്മൾ അങ്ങോട്ട് ആരോപിക്കുക. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്, നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നമ്മളൊരാളോട് സഹായിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തീ നമ്മുടെ അടുക്കൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ തീക്ക് എന്തെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കുക. അതിലേറ്റവും നല്ലത് ഭക്ഷണം കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് തീക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായിട്ടുള്ള നെയ്യ് തീയിലേക്ക് യാഗത്തിൻ്റെ ഭാഗത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം തീ ഈ നെയ്യ് കഴിക്കുന്നു എന്നുള്ളതായിരുന്നു അവരുണ്ടാക്കിയിരുന്ന ഒരു ഇത്. ഇനി ഈ മന്ത്രങ്ങളും ഇതൊക്കെ ശരിയായിട്ട് ചെല്ലിയില്ലെങ്കിൽ മൊത്തം പ്രശ്നമാണ്. അക്ഷരത്തെറ്റ് തന്ന പ്രശ്നമാണ്, ഈ ചെരിഞ്ഞിരിക്കുന്നതിൻ്റെ ഡയറക്ഷൻ മാറിയ പ്രശ്നമാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ബ്രാഹ്മണങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിചാരിക്കും അതന്നത്തെ കാലത്തെ മനുഷ്യരുടെ മണ്ടത്തരം, അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയൊക്കെ പണം ഇത്രയൊക്കെ സമയം മെനക്കെടുത്ത് ഇതൊക്കെ ഇരുന്ന് വായിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കും. പക്ഷേ അത് മാത്രമല്ല, അതിനേക്കാൾ ഭയങ്കരമായിരിക്കുന്ന സംഭവങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിലൊന്നാണ് അശ്വമേധയാഗം. നമ്മൾ അശ്വമേധയാഗത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. യാഗങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സംഭവമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മുടെ വിപ്ലവ കവികളൊക്കെ അതേക്കുറിച്ച് പാടിയിട്ടുണ്ട്. നമ്മൾ വയലാർ എഴുതി മധുസൂദനൻ നായർ പാടിയൊരു കവിതയുണ്ട്. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാമിക്കുതിരയെ വിട്ടയയ്ക്കുന്നു ഞാൻ. വിശ്വസംസ്കാരവേദിയിൽ പുത്തനാമശ്വമേധം നടത്തുകയാണു ഞാൻ. അതായത് വിശ്വസംസ്കാര വേദിയിൽ നടത്തുന്ന ഒരു പുത്തൻ സംസ്കാരമാണ് അശ്വമേധം എന്നാണ് നമ്മുടെ ഈ അടുത്ത കാലത്ത് വരെയുള്ള വിപ്ലവ കവികൾ പോലും പറഞ്ഞിരുന്നത് എന്നുള്ളതാണ്. എന്നാൽ എന്താണ് അശ്വമേധയാഗം എന്നറിയണമെന്നുണ്ടെങ്കിൽ ശതപഥ ബ്രാഹ്മണം 13:1-6 മുതലുള്ള ഭാഗം ഒന്ന് വായിച്ചു നോക്കണം. അതിൽ പറയുന്നത് യാഗത്തിന് വേണ്ടുന്ന സംഭവമാക്കുമ്പം ഒരു ആൺകുതിരയെ യാഗശാലയിൽ കൊണ്ടുവരണം. അതിൻ്റെ മുകളിലേക്ക് ഈ മന്ത്രങ്ങളുമൊക്കെ ചൊല്ലി സംഭവമാക്കിയതിന് ശേഷം ഇതിനെ അഴിച്ചു വിടുക. ഇതിനെ ആരെങ്കിലും ഒരാൾ പിടിച്ചു കെട്ടിയാൽ അയാളുമായിട്ട് യുദ്ധം ചെയ്ത് അയാളെ തോൽപ്പിക്കണം. ഇങ്ങനെ ആരും പിടിച്ചു കെട്ടുന്നില്ലെങ്കിൽ 1 വർഷം അലഞ്ഞു നടന്നതിന് ശേഷം ഈ കുതിരയെ തിരിച്ച് യാഗശാലയിലേക്ക് കൊണ്ടുവരിക. അവിടെ വെച്ച് അശ്വമേധയാഗം നടത്തണം. അശ്വമേധം എന്ന് പറഞ്ഞാൽ അതിന് മൃഗബലിയാണ്. അത് ചെയ്യേണ്ടതിൻ്റെ രീതികളുണ്ട്. അതിന് ശ്വാസം മുട്ടിച്ച് വേണം കൊല്ലാനായിട്ട്. അതിൻ്റെ മൂക്കും വായും എല്ലാം കൂടെ പൊതിഞ്ഞു കെട്ടി ശ്വാസം കിട്ടാതെ ആ യാഗശാലയിൽ വെച്ച് അത് കുറേ സമയം കിടന്ന് പിടയും. അപ്പോൾ ദൈവങ്ങൾ ഇങ്ങനെ ഇത് കണ്ട് സന്തോഷിക്കുന്നു എന്ന് വേണം അവരെല്ലാവരും കരുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുതിരയ്ക്ക് വളരെയധികം ആരോഗ്യമുള്ളൊരു ജീവിയാണ്. അത് ഈ ശ്വാസം കിട്ടാതെ ഇങ്ങനെ കടന്ന് കഴിയുമ്പം ഈ ആന്തരാവയവങ്ങളിൽ നിന്നൊക്കെ ഫാറ്റും അതെല്ലാം കൂടെ ഈ വന്നിട്ട് ഈ തൊണ്ടക്കുഴിയിൽ വന്നിട്ട് ഇങ്ങനെ തങ്ങി നിൽക്കും. അപ്പോൾ ഇങ്ങനെ ചത്ത് കഴിയുമ്പോൾ അതിൻ്റെ കഴുത്തറുത്തിട്ട് ഈ സാധനം പുറത്തെടുക്കും. ഇതിനെയാണ് വപ എന്നാണ് പറയുന്നത്. ഈ സാധനമാണ് ദൈവങ്ങൾക്ക് ഏറ്റവും വലിയ സാധനമായിട്ട് ഹവിസായിട്ട് അർപ്പിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ പാഞ്ഞാൾ വെച്ചിട്ട് ഇതുപോലൊരു യാഗം നടത്തിയിരുന്നു. അവിടെയും ഒരു ഇത് ചെയ്തിരുന്നു. പക്ഷേ ചില ആളുകൾ അതിന് ശേഷം ഈ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശമാണ്, നമുക്ക് തിരിച്ചും അത് പഴയ രീതിയിലേക്കൊന്നും അങ്ങനെ പോകണ്ട എന്ന് പറയുമ്പോഴും അതിനെ ഏറ്റവും അധികം വിശ്വാസികൾ ഇഷ്ടപ്പെടുന്നത് നമ്മൾ പണ്ട് ചെയ്തിരുന്ന അതേ രീതിയിൽ തന്നെ ചെയ്യണമെന്നുള്ളതാണ്. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഈ ആൺകുതിര, ആൺവർഗത്തിൽപ്പെട്ട ജീവികൾക്ക് അവർ ശ്വാസം മുട്ടുമ്പോഴത്തേക്കും ആസ്ഫിക്സിയേഷൻ അനുഭവപ്പെടുമ്പം അവർക്ക് മെഡിക്കലിൽ പ്രിയാപ്പിസം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതായത് ഇറക്ഷൻ ഉണ്ടാകും. ഇപ്പം പുരുഷന്മാരാരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അവരെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പം അവർക്ക് മരിച്ചു കഴിഞ്ഞിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞാലും ഇറക്റ്റായിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഈ കുതിരയ്ക്കും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ കുതിരയുടെ ജെനിറ്റിൽ അടുത്ത ചടങ്ങാണ് ഈ അശ്വമേധയാഗത്തിൻ്റെ. ഈ കുതിരയുടെ ഈ ജെനിറ്റിൽ ഈ അശ്വമേധയാഗം നടത്തുന്ന രാജാവിൻ്റെ മൂത്ത ഭാര്യ, ആദ്യത്തെ ഭാര്യയുമായിട്ട് ചേർത്ത് വെച്ചിട്ട് യാഗശാലയിൽ കിടക്കണം. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ആർഷഭാരത സംസ്കാരം, ഭാരതത്തിൻ്റെ മഹത്തായ ദാർശനിക പാരമ്പര്യം എന്നൊക്കെയാണ് ഈ സംഭവത്തെ വിളിക്കുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കുറേ സംഭവം കൂടിയുണ്ട്. ഇനി അശ്വമേധയാഗം ഇതാണെങ്കിൽ പുത്രകാമേഷ്ടിയാഗം എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അല്ലേ, നമ്മുടെ പുത്രകാമേഷ്ടിയാഗങ്ങളെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. ദശരഥ മഹാരാജാവിന് 3 ഭാര്യമാരുണ്ടായിരുന്നു, പക്ഷെ മക്കളുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വസിഷ്ഠൻ വന്നിട്ട് പറയുന്നു ഒരു പുത്രകാമേഷ്ടിയാഗം നടത്താം. അപ്പോൾ അങ്ങനെയാണ്
ദശരഥന് മക്കളുണ്ടാകുന്നത്. ശ്രീരാമൻ അങ്ങനെ പുത്രകാമേഷ്ടിയാഗം നടത്തിയിട്ടുണ്ടായതാണ്. ഇതേക്കുറിച്ച് എന്താണെന്ന് കൃത്യമായിട്ട് ബ്രാഹ്മണങ്ങളിലൊന്നും എഴുതിയിട്ടില്ല. എങ്കിലും ഹിന്ദു ക്രിട്ടിക്കൽ, പ്രത്യേകിച്ചും വി രാമസ്വാമി നായ്ക്കറെ പോലെയുള്ളവരൊക്കെ പറയുന്നത് അന്ന് ചെയ്തുകൊണ്ട് പുത്രകാമേഷ്ടിയാഗം എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് രാജാവിൻ്റെ ഭാര്യയെ പുരോഹിതന്മാർ നടത്തുന്ന കൂട്ട ആക്രമണത്തെയായിരുന്നു അന്ന് പുത്രകാമേഷ്ടിയാഗം എന്ന് വിളിച്ചിരുന്നത്. ഇനി ഇതേപോലെയുള്ള മഹത്തായ പാരമ്പര്യത്തിൽ വരുന്ന മറ്റു കുറേ സാഹചര്യങ്ങളാണ് തൈത്തിരീയ ബ്രാഹ്മണം 2, 4, 6, 2, 3 എഴുതിയിരിക്കുന്നത്. അതെന്താണ്, എങ്ങനെയാണ് ഒരാളുടെ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനകളും മന്ത്രങ്ങളും പൂജകളും ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വിധികളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വിധ്വംസകം, അതായത് നാട്ടിൽ അരാജകത്വവും പ്രശ്നങ്ങളും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മന്ത്രങ്ങളും യാഗങ്ങളും ചെയ്താൽ മതി. ഇനി കൃമിരോഗം, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തന് എന്തെങ്കിലും അസുഖം വന്ന് ചാകണമെന്നുണ്ടെങ്കിൽ ഈ മന്ത്രങ്ങളും പൂജകളും നമ്മൾ ചെയ്താൽ മതി. ഉന്മാദരോഗം, അത് മാനസിക പ്രശ്നങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ഇതുണ്ട്. മൃത്യു, ഒരുത്തനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മന്ത്രമുണ്ട്. പിന്നെ ജാതി വ്യവസ്ഥകളുമായിട്ട് ബന്ധിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴും ക്ഷേത്രങ്ങളിൽ ഏതാണ്ട് ഇതേയൊക്കെ പേരുകൾ, മൃത്യുഞ്ജയ ഹോമം, അതുപോലെ തന്നെ പല ഇതൊക്കെ ആയിക്കൊണ്ട് ശത്രു സംഹാര പൂജ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നും നടത്തുന്നുണ്ട്. ഇനി ബ്രാഹ്മണങ്ങൾ കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോഴത്തേക്കും ആരണ്യകങ്ങൾ എന്ന് പറയുന്ന മറ്റൊരു സംവിധാനം ഉണ്ടായി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് എങ്ങനെയാണ് ഒരു അറിവുണ്ടാക്കുന്നത്? ഇപ്പോൾ ഒരു കുട്ടി പ്രീ ഡിഗ്രി +2 കഴിയുന്നു. അത് കഴിയുമ്പോഴത്തേക്കും അവന് ഇഷ്ടപ്പെട്ട ഒരു വിഷയത്തിൽ ഡിഗ്രിക്ക് ചേരുന്നു. ഡിഗ്രി പഠിച്ചു കഴിയുമ്പോൾ അവൻ അതിൻ്റെ അകത്തും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിൽ തന്നെ ഒരു വിഷയം ചേർത്തുകൊണ്ട് മാസ്റ്റേഴ്സിന് പോകുന്നു. അതും കഴിഞ്ഞതിന് ശേഷം അവൻ PhDക്ക് ചേരുന്നു. ഒരു ഗൈഡിൻ്റെ കീഴിൽ സയൻസിൻ്റെ മെത്തഡോളജിയിലനുസരിച്ച് അവനൊരു അന്വേഷണം നടത്തുകയാണ്, ഒരു റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. അവസാനം അവൻ ഇന്ന് വരെ ഇല്ലാത്ത പുതിയൊരു അറിവ് ഉണ്ടാക്കുമ്പോഴാണ് അവനൊരു PhD അല്ലെങ്കിൽ ഡോക്ടറേറ്റ് കിട്ടുക എന്ന് പറയുന്നത്. എന്നാൽ പണ്ട് ഈ അറിവുണ്ടാക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാറപ്പുറത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഗുഹയ്ക്കകത്ത് കയറിയിരുന്ന് ആലോചിക്കുക. ചുമ്മാ ആലോചിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് ആഞ്ഞ് ആലോചിക്കുമ്പം അവന് മനസ്സിൽ തോന്നുന്ന കുറേ ഹാലൂസിനേഷൻസ് ഉണ്ട്. ഇതെല്ലാമായിരുന്നു അന്ന് അറിവുകളായിരിക്കുന്നത്. അങ്ങനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന വേദങ്ങളും സംഹിതകളും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വലിക്കുമ്പം ചിലർക്ക് വലിക്കാതെ തന്നെ ഇത് കിട്ടും. കാരണം എന്ന് വെച്ചാൽ ഈ വലിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ തലച്ചോറിൽ കുറച്ച് ഡോപ്പമിനും എൻഡോർഫിനും എൻഡോക്കനോബിനോയിഡ്സും ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഇത് ചിലർക്ക് ജന്മനാ കൂടുതലുണ്ടാവും. ഇന്നത് ചികിത്സിക്കാനായിട്ട് സൈക്കാട്രി എന്ന് പറയുന്ന സംഭവമൊക്കെ ഉണ്ട്. അന്ന് അതില്ലാത്തവരെന്ന് പറഞ്ഞാൽ ചുമ്മാ എവിടെയെങ്കിലും ഗുഹയിലൊക്കെ കയറി വന്നിച്ച് പറയും, എൻ്റെ അടുക്കൽ ജിബ്രീൽ വന്നു, എന്നിട്ട് പട്ടിൽ പൊതിഞ്ഞ് ഒരു പെൺകുട്ടിയെ നിനക്ക് തരുന്നു എന്ന് അങ്ങേര് പറഞ്ഞു എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണ് പിന്നീട് മതപുസ്തകങ്ങളായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അതേപോലെ ഈ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ അവർ ഒരുപാട് നല്ലതും പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അതിൻ്റെ അകത്ത് കുറേ മോശവും പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അതിൽ കുറച്ച് നല്ല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ നല്ല കാര്യങ്ങൾ നമുക്ക് എടുക്കണമല്ലോ. ഏത് കാലത്തിലാണെങ്കിലും നല്ലൊരു മാറ്റത്തിലേക്ക് വരുവാണെങ്കിൽ അതിൽ ചിലത് പറഞ്ഞിരിക്കുന്നത് ഈ പുരുഷമേധയാകും, അതായത് നരബലി, മനുഷ്യരെ കൊല്ലുന്നതിന് പകരം അരിപ്പൊടി വെച്ചിട്ട് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ തല വെട്ടിയാൽ മതി, അപ്പോഴും ഇതുതന്നെ ഉണ്ടാകും. അതേപോലെ തന്നെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറു രൂപമാണ്, ഒരു മൈക്രോകോസമാണ് നമ്മൾ. അതായത് നമ്മുടെ ഉള്ളിൽ ഒരാത്മൻ എന്ന് പറയുന്നുണ്ട്, അത് ഈ പ്രപഞ്ചത്തെയാണ്. ഈ പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള ഒരു ഏകീകരിക്കലാണ് നമ്മൾ ഈ പ്രാർത്ഥനകളിലൂടെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ ലഘൂകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഈ ഹിന്ദു മതത്തിൽ 2 വ്യത്യസ്ത ധാരകളുണ്ടാകുന്നുണ്ട്. ഒന്ന് വൈദികം എന്ന് പറയുന്ന ഒരു സംഭവവും മറ്റൊന്ന് താന്ത്രികം എന്ന് പറയുന്നത്. ഈ താന്ത്രികത്തിൻ്റെ ആളുകൾ പറയുന്നത് ഇങ്ങനെയൊന്നും മാറ്റമൊന്നും പറ്റത്തില്ല, നമുക്ക് ശരിക്കും ആളെ തന്നെ കൊല്ലണം എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഈ താന്ത്രിക പാരമ്പര്യത്തിലാണ് ഇപ്പോൾ നമ്മളിങ്ങോട്ട് കാണുമ്പോൾ ഈ ജ്യോതിഷം, ഗ്രഹനില നോക്കുക, അതുപോലെ തന്നെ വാസ്തു, ഇതിൻ്റെയൊക്കെ ആളുകൾ ഈ താന്ത്രിക പാരമ്പര്യത്തിലും മറ്റ് കുറച്ചുകൂടിയൊക്കെ സഹിക്കാവുന്ന ആളുകളാണ് ഈ വൈദിക പാരമ്പര്യത്തിലൊക്കെ വരുന്നത്. ഇനി അത് കുറേ കഴിയുമ്പോഴത്തേക്കും ഉപനിഷത്തുകൾ വരുന്നുണ്ട്. ഉപനിഷത്തുകൾ എന്ന് പറഞ്ഞാൽ വേദാന്തങ്ങൾ എന്നാണ് അതിനെ പറയുന്നത്. വേദം എന്ന് പറഞ്ഞാൽ അറിവാണ്, വേദാന്തം എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ അന്തമാണ്, അതിനപ്പുറം വേറെ അറിവില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അക്കാലം ആയപ്പോഴേക്കും ആളുകൾക്ക് മനസ്സിലായി ഈ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മണ്ടത്തരങ്ങൾ മുഴുവൻ നമുക്കിനി പറഞ്ഞു നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരതിനകത്ത് കുറേയൊക്കെ വ്യാഖ്യാനിച്ചുണ്ടാക്കിയ സംഭവങ്ങളാണ് ഈ ഉപനിഷത്തുകൾ. അപ്പോൾ ആദ്യം ഒന്ന് വ്യാഖ്യാനിച്ചു, അതിനത്ര മെനയായില്ലെന്ന് തോന്നിയപ്പം വീണ്ടും വ്യാഖ്യാനിച്ചു. അങ്ങനെ വ്യാഖ്യാനിച്ച് 108 എണ്ണമായി, 200 എണ്ണമായി. അപ്പോൾ ഒരുപാടായി കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ ആകെ മെനക്കേടാന്ന് പറഞ്ഞിട്ട് അതെല്ലാം കൂടെ എടുത്ത് കളഞ്ഞിട്ട് ആദ്യത്തെ 10 എണ്ണം മാത്രം പ്രധാനമായിട്ട് എടുത്തു. അതാണ് ദശോപനിഷത്തുകൾ എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പണ്ട് വേദങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ തള്ളിക്കളയുന്നുണ്ട്. ഒന്ന്, വേദങ്ങളിൽ സോമയാഗം എന്ന് പറയുന്നത്, വേദങ്ങളിൽ ഋഗ്വേദത്തിലെ 9ാമത്തെ മണ്ഡലമാണ് സോമമണ്ഡലം. എങ്ങനെയാണ് നല്ല വാറ്റുണ്ടാക്കേണ്ടത് എന്നാണ് ഈ സോമമണ്ഡലത്തിൽ പറയുന്നത്.
അപ്പോൾ ഈ ഉപനിഷത്തുകളാകുമ്പോഴത്തേക്ക് അതിനെ മാറ്റിയിട്ട് പറയുന്നു അത് ഈ ആൽക്കഹോൾ ഉണ്ടാക്കുന്ന പരിപാടിയൊന്നുമല്ല. ചാന്തോക്യ ഉപനിഷത്ത് 2:23-2 പറയുന്നു അത് കോസ്മിക് മെഡിറ്റേഷൻ ഓഫ് പ്രജാപതി. അതാണിത്. നിങ്ങൾ വേറെയാണെന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണ്. അതേപോലെ തന്നെ ഈ തീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പിടിവലി, ഈ സാധനം എന്ന് പറയുന്നത് അതൊരു സിമ്പലാണ്. നിങ്ങൾ സിംബോളിക്കായിട്ട് പറഞ്ഞ കാര്യം മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. തീ അറിവിൻ്റെ ഒരു സിമ്പലാണ്. അതേപോലെ നെയ്യ് അതിലേക്ക് ഒഴിക്കുമ്പം നിങ്ങളുടെ അഹന്തയും നിങ്ങളുടെ അജ്ഞതയും ഒക്കെ നിങ്ങൾ നശിപ്പിക്കുന്നു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അന്ന് കാണിച്ചു തന്ന ഒരു സിമ്പൽ മാത്രമാണ് ഇത്. ഇനി യജ്ഞങ്ങൾ സ്വർഗത്തിലേക്കുള്ള വാതിലാണ് എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഉപനിഷത്തെത്തുമ്പോഴത്തേക്കും സ്വർഗമൊക്കെ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല, അതൊരു ലക്ഷ്യമേ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വേദങ്ങളിലെ പ്രജാപതി എന്ന് പറയുന്നത് ദൈവം ആണ് എങ്കിൽ ഇതിൻ്റെ അകത്ത് പറയുന്നു ദൈവമല്ല, അതൊരു ടീച്ചറാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഉപനിഷത്തുകളാകുമ്പോഴത്തേക്കും വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പലതിനെയും അങ്ങ് ലഘൂകരിച്ചും ന്യായീകരിച്ചും വ്യാഖ്യാനിച്ചും ഒക്കെ വേറൊരു തരത്തിലേക്ക് ആക്കുന്നുണ്ട്. ഇനി അതിൽ തന്നെ ഇപ്പം 108 മുതൽ 200 വരെ ഉപനിഷത്തുകളുണ്ട്. അതിൽ ചില ഉപനിഷത്തുകളാണ് നാരദ പരിവ്രാജക ഉപനിഷത്ത്, കുണ്ഡിക ഉപനിഷത്ത്, ഭിക്ഷുക ഉപനിഷത്ത്, ബ്രഹ്മവിദ്യോപനിഷത്ത്, സൗഭാഗ്യലക്ഷ്മി, ത്രിപുരതാപിനി, സരസ്വതി രഹസ്യം. അപ്പോൾ ഈ ഉപനിഷത്തുകളിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ മിഡീവൽ സംസ്കൃറ്റാണ്. 14, 15, 16 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്ന സംസ്കൃതത്തിലാണ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. മാത്രമല്ല അന്ന് മാത്രം നിലവിലിരുന്ന പരമഹംസ, അവധൂത, തുരിയ, ഭക്തി അങ്ങനെയുള്ളതൊക്കെ ഭക്തി പ്രസ്ഥാനവുമായിട്ട് വന്നിരിക്കുന്ന കുറേ സന്യാസ രീതികളെക്കുറിച്ച് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനു മുൻപ് അത്തരം സന്യാസ രീതികൾ ഉണ്ടായിരുന്നില്ല. ഇനി കുടിജിക, ബഹുദുക, ഹംസക എന്നുള്ള സന്യാസ രീതികളും ഇതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സാധനം ഉണ്ടായി വന്നത് ഒരു 13-ാം നൂറ്റാണ്ടിന് ശേഷം മുതൽ 17-ാം നൂറ്റാണ്ടിന് ഇടയിലുള്ള ഒരു കാലഘട്ടത്തിലുണ്ടായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമ്മുടെ വേദങ്ങൾക്ക് വലിയ വ്യാഖ്യാനം എഴുതിയിരിക്കുന്ന ഒരാളാണ് ശങ്കരാചാര്യർ. ശങ്കരാചാര്യർ വേദങ്ങൾക്ക് വ്യാഖ്യാനം എഴുതിയപ്പോൾ ഈ 108 ഇത് അടങ്ങിയിരിക്കുന്ന മുക്തിക എന്ന് പറയുന്ന ഉപനിഷത്തിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങേക്കത് അറിയില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ മുക്തിക പിന്നീട് ഉണ്ടായതാണ്. എന്നാൽ രാമായണത്തിൽ എന്താ പറയുന്നത്? രാമായണത്തിൽ പറയുന്നത് ഹനുമാന് ശ്രീരാമൻ 108 വേദങ്ങളുടെ സംഗ്രഹമായി ഉപദേശിച്ചു കൊടുത്തതാണ് മുക്തിക എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ രാമായണം പിന്നീട് ഉണ്ടായതാണ് എന്ന് വേണമല്ലോ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പം അതിനുശേഷം വന്നിരിക്കുന്ന താന്ത്രിക ഭക്തി പ്രസ്ഥാനത്തിലെ പല സംഭവങ്ങളും ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് ഞാൻ പറയുന്നതിൻ്റെ ഒരു ചുരുക്കം ഇതാണ്. നമ്മൾ ഒരു കാലഘട്ടത്തിൽ അവിടുന്ന് വന്ന യൂറോപ്യൻ ഭാഗത്തു നിന്നൊക്കെ വന്നിരിക്കുന്ന ആളുകൾ കൊണ്ടുവന്ന ഒരു സാഹിത്യം അത് പല കാലങ്ങളിലായിട്ട് ചില മാറ്റങ്ങളിലൂടെ വന്ന് ഒരു പ്രത്യേക കാലഘട്ടം എത്തുമ്പോഴേക്കും നമ്മൾ പറയുന്നു ഇനിയുള്ളവരൊക്കെ അവരൊന്നും കൊള്ളരുതാത്തവരാണ്, ഇതാണ് ശരിയായിട്ടുള്ള രീതി എന്ന് പറയുന്ന ഇതിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഇനി ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നു, അതിനെന്താണ് തെളിവ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് സാഹിത്യങ്ങളുണ്ടോ എന്നുകൂടി നമുക്ക് നോക്കണം. ഇത് സെൻ്റ് അവസ്ഥ, സൗരാഷ്ട്ര മതക്കാരുടെ മതഗ്രന്ഥമാണ് സെൻ്റ് അവസ്ഥ. അതിൽ പറഞ്ഞിരിക്കുന്ന പലതും വേദസാഹിത്യത്തിലുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ്. ഹിന്ദുക്കളുടെ മിത്രയാണ്, അവർക്കും മിത്ര. നമ്മളുടെ യജ്ഞം അവർക്ക് യസ്നയാണ്. ഇവിടെ നമ്മൾ ഹോത്രി എന്ന് പറയുന്ന അഗ്നിഹോത്രി എന്നൊക്കെ പറയുന്നത് അവർക്ക് സൗത്രാണ്. അവരുടെ അഹൂര നമുക്ക് അസുരനാണ്. നമുക്കും ഇന്ദ്രനുണ്ട്, അവർക്കും ഇന്ദ്രനുണ്ട്. നമുക്കും വായുദേവനുണ്ട്, അവർക്കും വായുദേവനുണ്ട്. നമുക്ക് സോമമുണ്ട്, അവർ ഹൗമ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ആപങ്ങൾ, അതായത് വെള്ളം ഉപയോഗിച്ച് നടത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർക്കും അതേ ആപങ്ങൾ തന്നെയുണ്ട്. അതുപോലെ തന്നെ റിച്വലായിട്ടുള്ള മദ്യപാനം അവർക്കുണ്ട്, നമുക്കുമുണ്ട്. അതുപോലെ തന്നെ റിത എന്ന് പറയുന്ന ഒരു ഇതിന് കീഴിലാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മുഴുവൻ സംഭവങ്ങളെന്നാണ് നമ്മളുടെ വേദങ്ങൾ പറയുന്നത്. അവരുടെ അവസ്ഥയിലും അതുതന്നെയാണ് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരേപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് രണ്ടിൻ്റെ അകത്തും വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, മനുഷ്യൻ ആഫ്രിക്കയിൽ നിന്ന് പുറത്ത് വന്നിട്ട് അത് 2 വിഭാഗങ്ങളായിട്ട്, ഒരു വിഭാഗം കിഴക്ക് ഭാഗത്തേക്ക് സഞ്ചരിച്ചു, ഒരു ഭാഗം യൂറോപ്പിൻ്റെ ഭാഗത്തേക്ക് സഞ്ചരിച്ചു. അങ്ങനെ യൂറോപ്പിലേക്ക് പോയി സഞ്ചരിച്ച ആളുകളിൽ ഒരു വിഭാഗം ആളുകൾ ഏതാണ്ട് ഒരു 23,000 വർഷങ്ങൾക്ക് മുൻപ് പല ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് ഇന്നത്തെ ഉക്രൈൻ പ്രദേശത്ത് വന്ന് താമസിച്ചവരിൽ നിന്നും ഉണ്ടായ ഒരു വിഭാഗത്തിൽ നിന്നുമുള്ള ഒരാളുകളാണ് പിന്നീട് ഇവിടേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെ ഏതാണ്ട് BC 3300 കാലഘട്ടത്തിൽ ഈ കാസ്പിയൻ കടലിൻ്റെ വടക്ക് ഭാഗത്തും കോക്കസ് പർവ്വതനിരകളുടെ തെക്ക് ഭാഗത്തും അതേപോലെ തന്നെ ഉറാൾ പർവ്വതനിരകളുടെ പടിഞ്ഞാറ് ഭാഗത്തുമായിട്ടുണ്ടായിരുന്ന സമതല പ്രദേശങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന പോണ്ടി കാസ്പിയൻ റീജിയനിൽ വന്ന് സെറ്റിൽ ചെയ്ത ഒരു ആളുകളുണ്ടാക്കിയ സംസ്കാരത്തെയാണ് യമനായ സംസ്കാരം എന്ന് പറയുന്നത്. നമ്മൾ ആ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ഹിന്ദു മതത്തിൻ്റെ ആദ്യകാലത്തുണ്ടായിരുന്ന പല കാര്യങ്ങളും അവിടെ കാണാനായിട്ട് സാധിക്കും. അവർ ഡിയൂസ് പാറ്റർ എന്ന് പറയുന്ന ഒരു ദൈവത്തെ അവർ ആരാധിച്ചിരുന്നു എന്നുള്ളതാണ് പിന്നീട് അവിടെ നിന്ന് കിട്ടുന്ന പല ചിത്രങ്ങളുമൊക്കെ വരുമ്പോൾ കാണുന്നത്.
അപ്പോൾ ഈ ഡിയൂസ് പാറ്റർ എന്നുള്ള വാക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഡിയൂസ് എന്നുള്ള വാക്കിൽ നിന്നാണ് പിന്നീട് ഡേ എന്നും ദൈവം എന്നുമുള്ള 2 വാക്കുകൾ വന്നിരിക്കുന്നത്. പിറ്റർ എന്നുള്ള വാക്കിൽ നിന്നാണ് ഫാദർ എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. അപ്പം പിതാവായ സൂര്യദേവനോ അല്ലെങ്കിൽ ആകാശത്തിൻ്റെ പിതാവ് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരുന്നത്. ഇതേ കാര്യം തന്നെ നമ്മുടെ വേദങ്ങളിൽ ആദ്യം കാണുന്നു. നമ്മുടെ വേദങ്ങളിൽ ആദ്യം ദ്യോഷ് പിതൃ എന്ന് പറയുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനി ഗ്രീക്ക് സംസ്കാരത്തെ സ്യൂസ് പാറ്റർ എന്ന് പറയുന്ന ദൈവവും അതുതന്നെയാണ്. റോമക്കാരുടെ ജൂപ്പിറ്റർ എന്ന് പറയുന്നതും അതാണ്. നമ്മൾ ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ നമ്മളുടെ ഉച്ചാരണം ജൂപ്പിറ്റർ എന്നായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ശരിക്കുമുള്ളത് ഈ പറയുന്ന പോലെ പിതാവ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. ഇനി അവരും ഇതുപോലെ യജ്ഞങ്ങളും സംഭവങ്ങളും നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന് അവിടുന്ന് ഒരുപാട് ആർക്കിയോളജിക്കൽ തെളിവുകൾ കാണാൻ സാധിക്കും. അതായത് തീ കത്തിക്കുന്ന തറകളും സംഭവങ്ങളും ഒക്കെ അവിടെ പല സ്ഥലങ്ങളിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അവിടെ തന്നെ ഒരുപാട് മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ, കത്തിക്കരിഞ്ഞ സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ കുതിരയുടെ അസ്ഥികൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മനസ്സിലാകുന്നത് അന്നും അവിടെ ഉണ്ടായിരുന്നവർ മൃഗബലി നടത്തിയിരുന്നു, കുതിരകളെ ബലിയർപ്പിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു എന്നൊക്കെയാണ്. അവിടുത്തെ മനുഷ്യരുടെ ശവസംസ്കാരവുമൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ 3 തരത്തിലുള്ള ഒരു സോഷ്യൽ ലെവൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതായത് ഒരു ഹൈ ക്ലാസ്, അതിന് താഴെ വേറൊരു ക്ലാസ്, അതിന് താഴെ വേറൊരു ക്ലാസ്, ഇങ്ങനെ 3 തരത്തിലുള്ള സോഷ്യൽ സിസ്റ്റംസ് നിലനിന്നിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ വേദങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ വേദങ്ങളിലും ഇതേ തരത്തിലുള്ള 3 ത്രൈവർണികർ എന്ന് പറയുന്നതായിരുന്നു അന്നത്തെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. ഇനി അതും കഴിഞ്ഞ് കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും, കുറച്ചുകൂടി ഇന്ത്യയുടെ ഭാഗത്തേക്ക് അടുക്കുമ്പം ഏതാണ്ട് 1800 കാലഘട്ടങ്ങളിൽ ഈ റഷ്യയുടെ തെക്കൻ ഭാഗങ്ങളിലും കസാക്കിസ്ഥാൻ്റെ വടക്കൻ ഭാഗങ്ങളിലും ഉണ്ടായിരുന്ന മറ്റൊരു സിവിലൈസേഷനാണ് സിന്ദാഷ്ത സിവിലൈസേഷൻ എന്ന് പറയുന്നത്. റഷ്യയിലായിട്ടുള്ള ആർക്കിം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് മുഴുവൻ ഒരുപാട് ഈ പറയുന്ന ഫയർ ആൾട്ടറുകൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവിടെ കുതിരകളെ ബലിയർപ്പിച്ചുകൊണ്ട് ഒരുപാട് ഇതുണ്ട്. അതുപോലെ മനുഷ്യരെ അടക്കിയിരിക്കുന്നതായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടുന്ന് ഈ കുതിരകളെ, ഈ ആരക്കാലുകളുള്ള കുതിരച്ചക്രങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെയും ഈ പറയുന്ന 3 തരത്തിലുള്ള സോഷ്യൽ സിസ്റ്റം നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള ഈ ഗ്രേവുകളാണ് നമുക്ക് കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് മരിച്ചിരിക്കുന്ന ആളുകളുടെ DNA നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആ DNA കാണിക്കുന്ന R1AZ93 എന്ന് പറയുന്ന ഒരു ഹാപ്ലോ ഗ്രൂപ്പാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് വരുന്ന അടുത്ത ഹാപ്ലോ ഗ്രൂപ്പാണ് ഇന്ത്യയിലുള്ള, പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിലുള്ള ബ്രാഹ്മണരായിരിക്കുന്ന പുരുഷന്മാരിൽ കാണുന്നത് എന്ന് പറയുമ്പം അവരുടെ പിൻതലമുറയാണ് വന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അതിനുശേഷം തൊട്ടടുത്ത് വന്നിരിക്കുന്ന മറ്റൊരു സിവിലൈസേഷൻ, അൻഡ്രോനോവോ സിവിലൈസേഷൻ എന്ന് പറയുന്നത്, അവരും ഇതേപോലെ തന്നെ കുറച്ചുകൂടി നമ്മുടെ ഈ വേദിക് സംസ്കാരവുമായിട്ട് കുറേ കൂടി അടുത്ത് വരുന്ന തരത്തിലുള്ള കുതിരകൾ, കുതിരവണ്ടികൾ, ഫയർ ആൾട്ടറുകൾ, പല ഗോത്രങ്ങളായിട്ട് താമസിക്കുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെയും കാണാനായിട്ട് സാധിക്കും. ഇന്ന് അഫ്ഗാനിസ്ഥാൻ്റെ വടക്കൻ പ്രദേശത്തുള്ള ഒരു ചെറിയൊരു ഗോത്ര വിഭാഗമാണ് യഗ്നോബികൾ എന്ന് പറയുന്നത്. ഇവർ ഏതാണ്ട് 1500ഓളം പേര് മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. ഇവരുടെ ജനിതകം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പുരുഷന്മാരിൽ 2 തരത്തിലുള്ള ജനിതകങ്ങൾ കാണാൻ സാധിക്കും. R1M173 എന്നുള്ളതും പിന്നെ J2M172 എന്നുള്ളതും. ഈ R1 നമുക്കറിയാം ഉക്രൈൻ ഭാഗത്തു നിന്നൂടെ വന്നതാണ്. ഈ J എന്ന് പറയുന്നത് ഈ ടർക്കി പ്രദേശത്തുള്ളവരുടെയാണ്. അപ്പോൾ അന്ന് പറയുമ്പോഴത്തേക്കും ഇതിലൂടെ വട്ടം കറങ്ങിയ ആളുകളെ കൂടാതെ ഈ ടർക്കി ഭാഗത്തു നിന്നും ഇന്നത്തെ സിറിയ, പിന്നെ ഇറാൻ്റെ വടക്കൻ ഭാഗങ്ങൾ, അങ്ങനെയുള്ള ആളുകളിലൂടെ ഒരു സഞ്ചാരം കൂടി ഇവിടെ വന്നിട്ട് അവർ 2 പേരും കൂടി ഈ അഫ്ഗാനിസ്ഥാൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ വെച്ച് സന്ധിച്ചു എന്ന് വേണം നമുക്കതിൻ്റെ അകത്ത് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഒന്ന് ഓർത്ത് തന്നു. അതായത് ഇങ്ങനെ ഒരു പാരലായിട്ട് മറ്റൊരു സഞ്ചാരപഥത്തിലും കൂടി ഉണ്ടായിരുന്നു എന്ന്. ഇതേപോലെ തന്നെ പാകിസ്ഥാൻ്റെ വടക്കൻ ഭാഗത്ത് കലാഷ പീപ്പിൾ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അതും ഏതാണ്ട് 100-200 പേര് ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. അവരുടെ ആഘോഷങ്ങളും എല്ലാം തന്നെ ഹിന്ദു മതത്തിൻ്റെ ആഘോഷവുമായിട്ട് വളരെയധികം സാമ്യമുള്ളതാണ്. ഈ ഒരു ഭാഗത്ത് നിലനിന്നിരുന്ന ഒരു സാഹിത്യമാണ് സൊഗാഡിയൻ ലിറ്ററേച്ചർ, ഉസ്ബെക്കിസ്ഥാനിലുണ്ടായിരുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഈ ലിറ്ററേച്ചർ നോക്കിക്കഴിഞ്ഞാൽ അതും ഈ പറയുന്ന വേദങ്ങളുമായിട്ട് വളരെയധികം സാമ്യമുണ്ട്. സെൻ്റെ അവസ്ഥയുമായിട്ട് സാമ്യമുണ്ട്. ബുദ്ധമതത്തിൻ്റെ സാഹിത്യങ്ങളുമായിട്ട് വളരെയധികം സാമ്യം കാണാം. മനിക്കേയൻ സാഹിത്യങ്ങളുമായിട്ടും പല്ലവി ലിറ്ററേച്ചറുമായിട്ടും ഗാന്ധാര അതുമായിട്ടും ഒക്കെയായിട്ട് ഒരുപാട് സാമ്യങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് മനസ്സിലാകുന്നത് ഈ ഒരു പ്രദേശത്തു നിന്നും പിന്നീട് പതുക്കെ അകന്നുപോയ ആളുകളിൽ നിന്നുമാണ് ഈ പറയുന്ന മറ്റ് മതങ്ങളും വിശ്വാസങ്ങളും പിന്നീട് ഉണ്ടായത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇനി ഇവിടെ ഒന്നുമില്ലാത്ത ഒരു സംഭവമാണ് മംഗോളിയ. എവിടെ കിടക്കുന്നു അവിടെയുമുണ്ട് ഹിന്ദു മതവുമായിട്ട് നിൽക്കുന്ന വളരെ അടുത്ത പല ബന്ധങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. തെങ്കിരി എന്ന് പറയുന്ന അവർ സ്കൈ ഗോഡാണ്. ഇന്ദ്ര എന്നുള്ളതിന് അവരുടെ ഭാഷയിൽ വന്ന ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഭൂമി മാത എന്ന് പറയുന്ന എട്ടുഗെ ഏകെ എന്ന് പറയുന്ന അവരുടെ ഒരു വലിയ ദൈവമാണ്. ഓർക്കോൺ എന്ന് പറയുന്ന അവരുടെ ഒരു വലിയ നദിയെ അവർ വലിയ പുണ്യ നദിയായിട്ട് അതിനെ ആരാധിക്കുന്നുണ്ട്. നമ്മൾ ഗംഗയെ ആരാധിക്കുന്ന പോലെ തന്നെ അവിടുത്തെ തെങ്കിരികൾ ഇതേ പരിപാടികൾ അവിടെയും ചെയ്യുന്നുണ്ട്. കൈലാസം എന്ന് പറയുന്ന ഒരു മല കയറാനും അതുമായിട്ട് നടക്കുന്ന അതേപോലെ തന്നെ അവരവിടെ ഒരു ഹോളി മൗണ്ടൻ ചെയ്യുന്നുണ്ട്.
നമ്മുടെ ഇവിടെ വേദിക് റിച്വൽ പോലെ തന്നെ അവിടെ ഷാമാനിക് റിച്വൽസ് കാണാൻ സാധിക്കും. അവരും ഈ മൃഗബലികളും സംഭവങ്ങളും ഒക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമ്മൾ ബ്രാഹ്മണൻ എന്ന് പറയുന്ന പോലെ അവരുടെ ഷാമാൻ എന്ന് പറയുന്ന ആളാണ് പൂജ ചെയ്യുന്നത്. ഇനി കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് സിവിലൈസേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഓക്സൻ സിവിലൈസേഷൻ, ബീമാക് സിവിലൈസേഷൻ, മിതാനി സിവിലൈസേഷൻ, യാ സിവിലൈസേഷൻ, അൽക്കൂൾ സിവിലൈസേഷൻ, ഇങ്ങനെ പറയുന്ന ഒരുപാട് സിവിലൈസേഷൻ. അപ്പം ഇനി നമ്മളിത് പറഞ്ഞ് ഈ വേദങ്ങൾ എഴുതിയിരിക്കുന്നത് സംസ്കൃതത്തിലാണ് എന്നാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വേദങ്ങൾ എഴുതപ്പെട്ടിട്ടില്ല. വേദങ്ങൾ വാമൊഴിയായിട്ട് പറഞ്ഞു വന്നതാണ്. അപ്പം നമ്മുടെ ഇവിടെ നിന്ന് നോക്കിയാൽ ഏറ്റവും പഴക്കമുള്ള സംസ്കൃതത്തിൻ്റെ ഒരു എഴുത്ത് എന്ന് പറയുന്നത് അശോക സ്തൂപത്തിലുള്ള ഇതാണ്. ഇത് എന്ത് സംസ്കൃതമാണ്? ഇത് എഴുതിയിരിക്കുന്നത് സംസ്കൃത ഭാഷയാണ് എന്ന് പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇതിലെഴുതിയിരിക്കുന്നത് ബ്രഹ്മി ഭാഷയുടെ ഏറ്റവും പ്രാകൃതമായിട്ടുള്ള ലിപിയാണ്. ഈ ലിപി വേറെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ, അത് ഇവർ വന്ന വഴിക്ക് നോക്കിയാൽ ഈ ഭാഷ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഈ ഭാഷ കാണാൻ പറ്റുന്ന കുറച്ച് സാമ്യമുള്ളത് മറ്റൊന്ന് ഞാൻ കാണിക്കാം. ഇത് ജാംബലി ഇൻസ്ക്രിപ്ഷൻസ്, അതായത് തമിഴ്നാട്ടിൽ ഭാഗത്ത് ആ കാലത്ത് നിലനിന്നിരുന്ന ചില ഇൻസ്ക്രിപ്ഷൻസുമായിട്ടാണ് ഇതിന് കൂടുതൽ സാമ്യം. എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിന് ഈ പറയുന്ന കാലഘട്ടത്തിൽ, ഇതെന്നാണ് അശോകസ്തംഭം ഉണ്ടായിരിക്കുന്നത്, BC 300 BC 300 കാലഘട്ടത്തിൽ സംസ്കൃതത്തിന് ഒരു എഴുത്ത് ഭാഷ ഉണ്ടായിരുന്നില്ല. ഇനി കുറച്ചുകൂടെ നമുക്ക് ഇങ്ങോട്ട് വന്ന് നോക്കിയാലോ, ജുനൈഗഡ് ഇൻസ്ക്രിപ്ഷൻസ്, ഇതിലെഴുതിയിരിക്കുന്നത് ഭാഷ സംസ്കൃതമാണ്, പക്ഷേ അക്ഷരങ്ങൾ ബ്രഹ്മിയാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് അക്ഷരമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ബ്രഹ്മിയിൽ പോയി എഴുതേണ്ട കാര്യമില്ലല്ലോ. അതായത് CE 150 കാലഘട്ടത്തിലും സംസ്കൃതം എന്ന് പറയുന്ന ഒരു എഴുത്ത് ഭാഷ ഉണ്ടായിരുന്നില്ല. ഇത് നാസിക് കേവുകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഇൻസ്ക്രിപ്ഷൻസ് ആണ്. ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന അക്ഷരവും സംസ്കൃതവുമായിട്ട് യാതൊരു ബന്ധമില്ല CE 200 കാലഘട്ടത്തിൽ. ഇനി ഇത് മുണ്ടേശ്വർ സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻ, അത് ഗുപ്ത ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ആദ്യം കൊടുത്തിരിക്കുന്നതിൻ്റെ ഇച്ചിരി വലുതാക്കി കാണിച്ചിരിക്കുന്നതാണ് രണ്ടാമതുള്ളത്. ഇതിന് ഹിന്ദിയുമായിട്ടാണോ നിങ്ങൾക്ക് തമിഴ് അക്ഷരങ്ങളുമായിട്ടാണോ കുറച്ചുകൂടി സാമ്യം തോന്നുന്നത്? തമിഴുമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടം വരെ, അതായത് CE 532 കാലഘട്ടം വരെയും സംസ്കൃതം എന്ന് പറയുന്നത് ഉപയോഗിച്ചിരുന്ന തമിഴുമായി നിന്നും ഉണ്ടായി വന്നിരുന്ന ഒരു ഭാഷയിൽ നിന്നുമാണ്. ഇത് 600 കാലഘട്ടത്തിലുണ്ടായിരുന്ന ഗുപ്ത ഇൻസ്ക്രിപ്ഷൻസ്. ഇതിൻ്റെ അകത്തുനിന്നാണ് പിന്നീട് മറ്റ് 2 ഭാഷകളുണ്ടാകുന്നത്. അത് സിദ്ധം, ശാരദ എന്ന് പറയുന്ന 2 ഭാഷാ എഴുത്തുകൾ. കുറച്ചുകൂടിയൊക്കെ നല്ല രീതിയിലുള്ള അക്ഷരങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ ശാരദയാണ് കുറച്ചുകൂടി ഹിന്ദിയുമായിട്ട് കുറച്ചുകൂടി സാമ്യം വരുന്നത്. ശാരദയ്ക്കകത്തുനിന്നും അതിനും ശേഷം സിദ്ധൻ ലിപിയിൽ നിന്നും വീണ്ടും ഉണ്ടാകുന്നതാണ് നാഗരി ലിപി. ഇതാണ് നാഗരി ലിപിയുടെ ഏറ്റവും പഴക്കം ചെന്നിരിക്കുന്ന എഴുത്ത്. അത് ഗ്വാളിയോർ ഇൻസ്ക്രിപ്ഷൻസിൻ്റെ അകത്തുള്ളതാണ്. ഇതുണ്ടായിരിക്കുന്നത് 900 CE നാഗരിയിൽ നിന്നുമാണ് ദേവനാഗരി ലിപി ഉണ്ടായിരിക്കുന്നത്. CE 1000 1100 കാലഘട്ടത്തിലും ആണ്. ഇവിടെ മുതലാണ് ഈ സംസ്കൃതത്തിനും ഹിന്ദിക്കും മുകളിലൊരു വരയുണ്ടല്ലോ എല്ലാത്തിൻ്റെ അക്ഷരങ്ങളുടെ മുകളിൽ, ഈ ശിരോരേഖ എന്ന് പറയുന്ന പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുന്നത്. ഈ ഏതാണ്ട് 1400 കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന ദേവനാഗരി ലിപി മുതലാണ് ഈ ശിരോരേഖ ഉണ്ടായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സംസ്കൃതമുണ്ടായത് അതിനും ശേഷമാണ്. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലാസിക്കൽ സംസ്കൃതത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന നമ്മുടെ മഹാഭാരതം, രാമായണം എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് CE 1200 കാലഘട്ടത്തിലാണ്. അപ്പോൾ അതിനു മുൻപ് എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ ആ ഭാഷ ഇന്ന് ആർക്കും അറിയില്ല, വായിക്കാൻ അറിയില്ല. അതിനു മുമ്പ് വാമൊഴിയായിട്ട് പറഞ്ഞിരിക്കാം. വാമൊഴിയായിട്ട് പറയുന്ന കാര്യങ്ങൾക്ക് നമുക്കറിയാം. ഒരു കാര്യം ഒരാളോട് പറഞ്ഞു, അയാൾ അടുത്തയാളോട് പറയുമ്പോൾ എന്തുമാത്രം മാറ്റങ്ങൾ സംഭവിക്കും, അയാളുടെ ഭാവനകൾ എന്തുമാത്രം കേടിച്ചേരും, കേട്ട കാര്യത്തിൽ നിന്ന് എന്തുമാത്രം മാറിപ്പോവും. അങ്ങനെയാണെങ്കിൽ ഒരു 1500-2000 വർഷക്കാലം ഇങ്ങനെ തലമുറയായിട്ടൊരു കഥ പറഞ്ഞു വന്നാൽ ആ കഥയിൽ എന്തുമാത്രം കൂട്ടിച്ചേരലുകളും വിട്ടുപോകലുകളും സംഭവങ്ങളും ഉണ്ടാവോ, അതൊക്കെ ചേർന്ന സംഭവമാണ് പിന്നീട് നമ്മൾ ഇതിഹാസങ്ങൾ എന്ന പേരിൽ പറയപ്പെടുന്നത്. അപ്പോൾ രാമായണവും മഹാഭാരതവും നമ്മുടെ ഇതിഹാസങ്ങളാണെന്ന് പറയുമ്പം ഇതിനൊരു 10,000 വർഷത്തെ പഴക്കമുണ്ടെന്ന് അങ്ങോട്ട് തള്ളുമ്പം നമ്മൾ എഴുതാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 800 വർഷത്തിൽ കൂടുതലായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ മനുഷ്യൻ്റെ ഭാവനകൾ മാത്രമാണ് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടതായിട്ട് വരും. ഇനി ഞാനതുകൊണ്ട് കാര്യങ്ങൾ ചുരുക്കുകയാണ്. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, മനുഷ്യൻ ഒരു കാലത്ത് അവൻ്റെ അതിജീവനത്തിൻ്റെ ഭാഗമായിട്ട് പല വഴികളിലൂടെയും ഒക്കെ സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിച്ച് വന്ന വഴികളിൽ നിന്ന് നമുക്ക് പലതും കിട്ടുകയും നമുക്ക് പലതും നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ വന്നവനും ഇന്ന് വന്നവനും തമ്മിലുണ്ടാകുന്ന ഒരു തർക്കം, അത് ഇന്നും നമ്മുടെ സമൂഹത്തിൽ അതൊരു മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും ഒക്കെ മുമ്പോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ
നമ്മളുടെ യഥാർത്ഥത്തിലുള്ള വഴികൾ എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത്, നമുക്ക് എന്തുമാത്രം പറയാൻ മാത്രം വലിയ പാരമ്പര്യവും സംഭവവും ഉണ്ടോ, ഈ പാരമ്പര്യവുമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ചിലരെ പുച്ഛിക്കുമ്പോൾ ആ പുച്ഛിക്കപ്പെട്ടവരാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ അടിത്തറയിട്ടത് എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചത്. ഇങ്ങനെയൊരു അവസരം തന്ന കാനഡ എസൻസിൻ്റെ ടീമിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. താങ്ക് യു.